നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു ധാരണ ഉണ്ടാകാനിടയുള്ളത് കേരളീയമായ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിപ്ലവത്തിനെ പ്രേരിപ്പിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകാനായിരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ നിലനിൽക്കുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആയിട്ടാണ്. അല്ലാതെ എവിടെയും വിപ്ലവം പഠിപ്പിക്കാനോ അതിനുവേണ്ടി രക്തച്ചൊരിച്ചിൽ നടത്താനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് സാധ്യമല്ല. ജനാധിപത്യത്തെ മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 50-60 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളീയമായ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച നടക്കുന്നത്. അതായത് സമത്വസുന്ദരമായ ലോകത്തിലേക്ക് അനേകം വഴികളിൽ ഒന്ന് മാത്രമാണ് കമ്മ്യൂണിസം. സോഷ്യലിസ്റ്റിന് അനേകം അവാന്തര വിഭാഗങ്ങളുണ്ട്. ഇതിന് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പൾ നമ്മളുടെ ഭരണഘടന കൂടി അംഗീകരിച്ചിട്ടുണ്ട് എന്നും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. മറ്റൊന്ന്, സ്റ്റാലിൻ ഉദ്ദേശിച്ച 2 കോടിയോളം ജനങ്ങളെ കൊല ചെയ്തു എന്ന് പറയണ്ടേ? ഇതിന് എത്രയോ ഇരട്ടിയാണ് വിശുദ്ധ യുദ്ധങ്ങളിൽ, മതത്തിന്റെ പേരിൽ മാത്രം നടന്നിട്ടുള്ള വിശുദ്ധ യുദ്ധങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു സംഖ്യ മാത്രം പരിഗണിച്ചാൽ ഇതിന് എത്രയോ അധികമാണെന്ന് കാണാൻ പറ്റും. ഇനി നക്സലിസത്തെ കുറിച്ച് സൂചിപ്പിക്കേണ്ടേ? അത് കേവലം ഒരു അപഭ്രംശം മാത്രമാണ്. ഇത് എല്ലായിടത്തും ഇല്ലേ? മതത്തിന്റെ പേരിൽ മത തീവ്രവാദികൾ കാട്ടിക്കൂട്ടുന്നത് ജിഹാദിന്റെ പേരിലും മറ്റു കാട്ടിക്കൂട്ടുന്ന വിതരണത്തിൽ തന്നെ വായിക്കപ്പെടേണ്ടതല്ലേ? ഇനി മാർക്സിസ്റ്റിന്റെ 2 ബേസിക് നിലപാടുകളെ കുറിച്ച്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തെയും ചരിത്രപരമായ ഭൗതികവാദത്തെയും പരാമർശിച്ച പോലെ തന്നെ ഇവിടെ വിഷയാവതാരം തന്നെ പറഞ്ഞു, ഇസ്ലാമിന്റെ പ്രാഥമികമായ 2 തത്വം, പ്രവാചക സൃഷ്ടികർത്താവിലുള്ള തമ്പുരാനുള്ള വിശ്വാസവും 2 പരലോകത്തിലുള്ള വിശ്വാസമാണ്. ഓർക്കണം, ഇത് വിശ്വാസപരം മാത്രമാണ്. ഏത് വിശ്വാസവും ഒരു പരിധിയിൽ അന്ധമാണ്. അതിന് ശാസ്ത്രീയത ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. അത് വിശ്വാസം മാത്രമാണ്. ആർക്കും വിശ്വസിക്കാം. അതിനപ്പുറത്തുള്ളൊരു പ്രാമാണികത അതിന് അവകാശപ്പെടാൻ പറ്റില്ല. ഇനി ഇത്തരം ക്രിമിനൽ നിയമങ്ങളെയും മറ്റും പരാമർശിച്ച അവസരത്തിൽ എല്ലാ മതങ്ങളുടെ ഏത് മതങ്ങളാണെങ്കിലും അത് നിലവിൽ വരുന്നതിന് മുമ്പ് മനുഷ്യ സമുദായം ജീവിതമുണ്ട്. അങ്ങനെ സാമൂഹ്യ നിയമങ്ങളുണ്ട്. ആന്ത്രോപോളജി പഠിക്കുന്ന ഏതൊരാളിനും ഇതറിയാം. സാമൂഹ്യ നിയമങ്ങളൊന്നും എക്കാലത്തേക്കും പറഞ്ഞു വെച്ചിട്ടുള്ളതല്ല. അത് കാലാനുസൃതമായി മാറുക തന്നെ ചെയ്യും. ഇത് പറയുമ്പോൾ ഒരു ഉദാഹരണം മനസ്സിൽ തോന്നി. ഇപ്പോൾ ശരീഅത്ത് നിയമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു നീട്ടി വായിക്കല് ഞാൻ നടത്തിക്കോട്ടെ. എനിക്കതിന് വ്യക്തമായിട്ടുള്ള അതിന് വചനങ്ങൾ ഓർത്തെടുക്കാൻ പറ്റില്ല. ഒരു വ്യക്തി കുറ്റം ചെയ്തത് അദ്ദേഹം എന്റെ ഭാര്യയോട് അനീതി പുലർത്തിയെന്ന് നിൽക്കട്ടെ. അവിടെ ആ നിയമപ്രമാണം ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടത് ആ അനീതി പ്രവർത്തിച്ച വ്യക്തിയല്ല, പകരം ആ ആളിന്റെ ഭാര്യയോടാണ്. ഇത്തരം പരാമർശങ്ങൾ കാണാം. ഇതെന്ത് നീതിയാണ്? ഒന്ന് ഇവിടെ മനസ്സിലാക്കപ്പെടേണ്ട ഒരു കാര്യം, ഇത്തരം മതനിയമങ്ങളെ നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിന്റെ പരിസ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ സാമൂഹ്യ നിയമങ്ങളെ അതേപടി ഇന്നത്തെ ആധുനിക 21ാം നൂറ്റാണ്ടിന്റെ പരിസരങ്ങളിലേക്ക് ഇറക്കി വെക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു ചെറിയൊരു പരാമർശം കൂടി സൂചിപ്പിച്ചോട്ടെ. ഒരടുത്ത സുഹൃത്ത് അദ്ദേഹം ഇവിടെ ഇറാനിൽ പോകാനിടയായ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ്, നിസ്കരിക്കുന്ന ആളാണ്. അദ്ദേഹം താടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചോദിച്ചു, അങ്ങനത്തെ താടി വെക്കാത്തതെന്ന്. തിരിച്ചുള്ള മറുചോദ്യം, അങ്ങ് എവിടെ എത്തിച്ചേർന്നത്? ഞാൻ കാറിലാണ് വന്നതെന്ന് പറഞ്ഞു. പ്രവാചകൻ ഒട്ടകപ്പുറത്തായിരുന്നു സഞ്ചരിച്ചിരുന്നത്, അങ്ങ് എന്റെ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കാതിരുന്നു. അപ്പൊ അത്തരം നിയമങ്ങളെ കാലദേശാനുസൃതമായിട്ട് വായിച്ചെടുക്കണം. എല്ലാം അതേപടി എല്ലാ കാലത്തും യോജിച്ചതല്ല. ഒരുപക്ഷെ പ്രവാചകന്റെ കാലത്ത് ആ കാറ് ലഭ്യമായിരുന്നു, അദ്ദേഹം കാറിൽ യാത്ര ചെയ്തേനെ. കാലാനുസൃതമായി വായിക്കപ്പെടുന്ന അപേക്ഷയാണ്. ബഹുമാന്യായ സുഹൃത്തിന്റെ ചോദ്യം അല്ല, ഒരുപാട് വിമർശനങ്ങളാണ് പറഞ്ഞ വിഷയങ്ങളിൽ. വിമർശനങ്ങളിൽ ഏതൊക്കെ അദ്ദേഹം ഓരോന്നോരോന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ എല്ലാം അദ്ദേഹം തീർച്ചയായും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഓരോന്നോരോന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മറുപടി പറയാൻ എളുപ്പമാകുമായിരുന്നു. ഇവിടെ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ രത്നച്ചുരുക്കം ഏത് നിയമങ്ങളാണെങ്കിലും കാലദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വായിക്കപ്പെടണം എന്നതാണ്. അതിന് ഉദാഹരണമായി അദ്ദേഹം ഉന്നയിച്ചത് പരിശുദ്ധ ഖുർആനിലോ മറ്റെവിടെയോ ഉള്ളൊരു വചനം. ഒരാളുടെ ഭാര്യയെ അതിക്രമിച്ചാൽ പകരം മറ്റേയാളുടെ ഭാര്യയെ അതിക്രമിക്കപ്പെടണം എന്നൊരു വചനമുണ്ട്. ആ വചനപ്രകാരം ആ വചനം അന്നല്ലാതെ ഇന്ന് പ്രായോഗികമല്ലല്ലോ എന്ന്. ബഹുമാന്യ സുഹൃത്തിനെ പോലെയുള്ള പ്രത്യേകിച്ച് പത്രരംഗത്തിനും പ്രവർത്തിക്കുന്ന സഹോദരങ്ങളോട്
എനിക്ക് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുവാനുള്ളത്, വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇസ്ലാമിനെ ഒരുപാട് തലത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഈ ആധുനിക സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമെങ്കിലും ഒരു തവണ വായനക്ക് വിധേയമാക്കാൻ സന്നദ്ധമാകണമെന്നാണ്. വളരെ വിനയത്തോടു കൂടിയുള്ള അഭ്യർത്ഥനയാണ്. പരിശുദ്ധ ഖുർആന്റെ മലയാള പരിഭാഷ ഇത്ര മാത്രമേ ഉള്ളൂ. ദാസ് ക്യാപിറ്റലിന്റെ ഏകദേശം 1/5 മാത്രം. മലയാള പരിഭാഷ എന്ന് പറയുമ്പോൾ അറബി ഭാഷയിലുള്ള മൂലം കൂടി കൊടുത്തതിന് ശേഷമുള്ള മലയാള പരിഭാഷ. ഇത് ഒരു തവണ വായിച്ചു നോക്കാൻ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറെ സമയമൊന്നും വേണ്ട, ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ചാൽ മതി. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നിടത്തോളം, ഞാൻ പറയാൻ കാരണം, അത് ചെയ്യാതിരിക്കുന്നിടത്തോളം ഇതേപോലുള്ള ധാരണകൾ ഉണ്ടാകും. ഇസ്ലാം വളരെ ശക്തമായി പറഞ്ഞ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്ന് തന്നെ ഒരാൾ ചെയ്ത കുറ്റത്തിൽ മറ്റൊരാൾ ഒരു തലത്തിലും ശിക്ഷിക്കപ്പെട്ടുകൂടാന്നാണ്. അത് വളരെ പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി പറയുന്നൊരു കാര്യം. അന്നത്തെ ഗോത്രാധിപത്യ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥിതി, ആ ഗോത്രാധിപത്യ സമൂഹത്തിലുണ്ടായിരുന്നത് ഒരു മുതലാളി ഒരു അടിമയെ കൊന്നുകളഞ്ഞാൽ തികച്ചും തിരിച്ചു കൊല്ലണമെങ്കിൽ മറ്റേ മുതലാളിയെ തിരിച്ചു കൊല്ലുന്നതിന് പകരം ഏതൊരു അടിമയാണോ കൊല്ലപ്പെട്ടത് ആ തിരിച്ചുള്ള മുതലാളിയുടെ അടിമയെ കൊല്ലുക എന്നൊരു നിയമം. ആ നിയമത്തിനെതിരെ സംസാരിക്കുകയാണ് ഖുർആൻ വളരെ കൃത്യമായി. ഇവിടെ വ്യക്തമാക്കപ്പെട്ടതുപോലെ ഓരോരുത്തരും അവർ ചെയ്ത തിന്മകൾക്കും നന്മകൾക്കും മാത്രമാണ് പ്രതിഫലം നൽകപ്പെടുക എന്ന്. ഇഹലോകത്തും പരലോകത്തും, ഈ ലോകത്ത് മാത്രമല്ല പരലോകത്തും ഓരോരുത്തരും അവർ ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും ആണ് കൃത്യമായി പ്രതിഫലം നൽകപ്പെടുക എന്ന് വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനെ കുറിച്ച് മറ്റെവിടുന്നൊക്കെയോ വായിച്ചു കേൾക്കുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ തെറ്റിദ്ധാരണ എന്റെ സുഹൃത്ത് പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ഇസ്ലാം ഇത്രയധികം തമസ്കരിക്കപ്പെടുന്ന ഇക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള പത്രപ്രവർത്തകർ തീർച്ചയായും ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരു വായനയ്ക്ക് വിധേയമാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായും കാലദേശാനുസൃതമായി മാറേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട്. എന്നാൽ കാലദേശാനുസൃതമായി മാറാൻ പാടില്ലാത്ത നിയമങ്ങളുമുണ്ട്. ഇത് ആര് തീരുമാനിക്കും എന്തൊക്കെ മാറാം എന്തൊക്കെ മാറരുത് എന്ന്? ഉദാഹരണത്തിന് താടിയുടെ നിയമം, സുഹൃത്ത് പറഞ്ഞതുപോലെ താടിയുടെ നിയമം, ഈ പറഞ്ഞതുപോലെ പ്രവാചകൻ അന്ന് താടി വെച്ചു, എന്നാൽ ഇന്ന് നമുക്കത് മാറ്റാം, ഒരാൾക്ക് തീരുമാനിക്കാം. എന്നാൽ ഒരാൾ തീരുമാനിക്കാന്ന് വിചാരിക്കുക, പ്രവാചകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല, കളവ് ഒരു കാരണവശാലും പറയാൻ പാടില്ല. സത്യം അതെത്ര കയ്പുള്ളതാണെങ്കിലും നിങ്ങൾ പറഞ്ഞേ തീരൂ. ചിലപ്പോൾ നിങ്ങൾക്ക് സത്യം പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാം, എങ്കിൽ പോലും സത്യം പറയാതിരിക്കാം ചിലപ്പോൾ, എങ്കിൽ പോലും കള്ളം നിങ്ങളൊരവസ്ഥയിലും പറഞ്ഞുകൂടാ. പ്രവാചകന്റെ ഉപദേശം അത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളത്. ഇന്നത്തെ ആധുനിക സാഹചര്യത്തിൽ മാർക്കറ്റിംഗ് ആണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വിഷയം. അങ്ങനെയെങ്കിൽ മാർക്കറ്റിംഗിന്റെ രംഗത്ത് എനിക്ക് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് കളവ് പറയേണ്ടതായി വരുന്നു. എന്റെ പ്രൊഫഷൻ ഞാൻ തീരുമാനിക്കുന്നു. അന്ന് പ്രവാചകൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തുകൊണ്ട് ഇന്ന് അത് എന്തിനു ബാധകമാക്കണം? എന്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഒരല്പം കളവ് പറയാം എന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്ത് കുഴപ്പം? അപ്പൊ അയാൾ അങ്ങനെ തീരുമാനിക്കുന്നു. മറ്റൊരാൾ ഇപ്പറഞ്ഞതുപോലെ തന്നെ അന്ന് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായ സാമൂഹ്യാവസ്ഥയിൽ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക സമ്പൂർത്തീകരണം പാടൂ എന്ന് വിധിച്ചു. ഇന്നത്തെ അവസ്ഥ മാറി, ഇന്ന് വിവാഹപ്രായം ഒരുപാട് വർദ്ധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ചെയ്യണം. ഈ സമയത്തിലെ മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളിൽ ഒന്ന് തന്നെയാണ് ലൈംഗികത. അതിന്റെ പൂർത്തീകരണം മനുഷ്യന്റെ മനസ്സിനും സ്വാസ്ഥ്യത്തിനുമെല്ലാം അനിവാര്യം. അതിന്റെ പൂർത്തീകരണത്തിന് വിവാഹപരമായ മാർഗങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? ഒരാൾക്ക് ചിന്തിക്കാം, അവിടെ ഏത് ശരി? ഇവിടെയാണ് പ്രശ്നം. ഞാൻ പറയുന്നത് അവിടെ ആ ചിന്തയിൽ ഏത് മാറ്റം? ഒരാൾക്ക് കളവ് പറയാം എന്ന് ഇന്ന് തീരുമാനമെടുക്കാം, ഒരാൾക്ക് വ്യഭിചരിക്കാമെന്ന് തീരുമാനമെടുക്കാം, ഒരാൾക്ക് സ്ത്രീധനം വാങ്ങാമെന്ന് തീരുമാനമെടുക്കാം,
ഒരാൾക്ക് കൈക്കൂലി വാങ്ങാമെന്നതിന് തീരുമാനമെടുക്കാം. കൈക്കൂലിക്കെതിരെ പ്രവാചകൻ ഏറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്റെ കാലമല്ല ഇന്ന് ഒരു ജോലി ലഭിക്കണമെങ്കിൽ തന്നെ ഒരുപാട് കടമ്പകൾ, ഒരുപാട് പേർക്ക് അഴിമതി, ഒരുപാട് കൈക്കൂലി, ഇങ്ങനെയെല്ലാം കൊടുത്ത് എനിക്ക് ജോലി കിട്ടി. ഇനി പ്രവാചകന്റെ നിയമങ്ങൾ അന്ന് പ്രായോഗികം, അന്ന് ഇങ്ങനൊന്നും കൈക്കൂലിയൊന്നും വേണ്ടി വന്നിട്ടില്ല നിയമം, ജോലി കിട്ടാൻ. അതുകൊണ്ട് ഞാനിനി പരമാവധി സിമെന്റിൽ വെള്ളം ചേർക്കാം, ആലപ്പൂഴി ചേർക്കാം. ഒരു എഞ്ചിനീയർ തീരുമാനിക്കുന്നു. എന്താ കുഴപ്പം? എവിടെയാണ് കുഴപ്പം? എന്റെ മനസ്സനുസരിച്ച്, എന്റെ ന്യായീകരണം അനുസരിച്ച് എനിക്ക് മാറ്റാമോ? അതല്ല, ആ മാറ്റത്തിന് പോലും ഒരു പുറത്തു നിന്നുള്ളൊരു അടിസ്ഥാനപരമായ മാർഗദർശനം വേണമോ? ഇവിടെയാണ് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്റെ സുഹൃത്ത്, ഇവിടെയുള്ള സ്വാഭാവികമായും ഈ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ചിന്തിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ആത്മാർത്ഥമായി ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് നന്മ തിന്മകളെ വ്യവച്ഛേദിച്ച് കൃത്യമായി ഇന്നത് ശരി ഇന്നത് തെറ്റ് എന്ന് നമുക്ക് പറയാൻ പല വിഷയങ്ങളിലും സാധ്യമല്ല. ഞാനൊരു ചെറിയ ഉദാഹരണം കൂടി പറയട്ടെ. മഹാരാഷ്ട്രയിലെ കോടതിയിൽ ചിലപ്പോൾ പത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ളവർക്ക് വായിച്ചിട്ടുണ്ടാകും, മാസങ്ങൾക്ക് മുമ്പാണ് ഒരു നിയമപ്രശ്നമുണ്ടായത്. അവിടെ കോടതിയെ സമീപിച്ചിരിക്കുന്നത് വൃദ്ധരായ മാതാപിതാക്കളാണ്. അവരുടെ ആവശ്യം വളരെ വിചിത്രമാണ്. അവരുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ: കോടതി ഇടപെട്ട് ഞങ്ങളുടെ മരുമകളോടൊന്ന് പ്രസവിക്കാൻ കോടതി നിർബന്ധിക്കണം. അതിന് എന്ത് ചെലവുണ്ടോ അത് ഞങ്ങൾ നൽകാം. വിഷയം ഇത്രയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഒരു മകൻ, ഒരുപാട് സ്വത്തിന്റെ ഉടമസ്ഥൻ, അയാളൊരു വിവാഹം ചെയ്തു. വിവാഹം ചെയ്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഭാര്യ ഗർഭിണിയായി. ഗർഭകാലത്തിലിരിക്കെ 2-3 മാസങ്ങൾക്കിടയിൽ ഒരു ആക്സിഡന്റിൽ മകൻ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു. തീർച്ചയായും ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയനുസരിച്ച് ഏതൊരു സ്ത്രീയും ചിന്തിക്കുന്നത് പോലെ ആ വനിതയും ചിന്തിച്ചു, അയാളുടെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെ നശിപ്പിച്ചു കളയാം. കാരണം പിതാവില്ലാത്തൊരു കുഞ്ഞിന് ജന്മം നൽകേണ്ടതില്ല. അവർക്ക് ന്യായീകരണമുണ്ട്. പക്ഷേ ഈ വൃദ്ധരായ മാതാപിതാക്കൾ പറയുന്നു, ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകൻ, ഞങ്ങൾക്കൊരവകാശിയില്ല. ഞങ്ങളുടെ നഷ്ടപ്പെട്ട മകന്റെ ഒരു പിൻഗാമിയായി കടന്നു വരുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അനന്തരാവകാശി, അയാളൊന്ന് ജനിക്കാൻ കോടതി ഇടപെടണം. അതിന് ഇവൾക്ക് എന്ത് വേണം? ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ എന്ത് കൊടുക്കാം? എന്തുകൊണ്ടെന്നാൽ ഒരുപാട് സ്വത്തിന്റെ അവകാശി. എന്ത് കോടതി? എവിടെ കോടതി സംസാരിക്കണം? പെണ്ണിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥയിൽ ന്യായമുണ്ട്. മാതാപിതാക്കളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ അവിടെയും ന്യായമുണ്ട്. വികാരത്തിന്റെ ഒരടിത്തറയുമുണ്ട്. ഇവിടെ എന്താണ് നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? ഇന്ത്യയിലെ നിയമപ്രകാരം അവൾക്ക് 3 മാസത്തിന് മുൻപ് MTP നടത്താൻ സ്വാതന്ത്ര്യമുണ്ട് മാതാവിന് എന്നുള്ളത് നിയമം. കോടതിക്ക് അതേ വിധിക്കാൻ കഴിയൂ. അപ്പോൾ ഈ മാതാപിതാക്കളുടെ പ്രയാസങ്ങളോ, ഈ മാതാപിതാക്കളുടെ ഗദ്ഗതമോ, അവരുടെ ആവശ്യമോ? ഇവിടെയാണ് ഓരോ പക്ഷത്ത് നിൽക്കുമ്പോഴും അവിടെ ശരിയും ഇവിടെ ശരിയുമെന്ന് തോന്നുന്നിടത്താണ് കൃത്യമായി ദൈവിക മാർഗനിർദ്ദേശം വേണമെന്ന് പറയുന്നത്. ഏത് രംഗത്തും അത് നിങ്ങൾക്ക് ഓരോ രംഗത്തും അനിവാര്യമാണ് എന്നുള്ളതാണ് സത്യം. നമ്മൾക്ക് ധർമ്മം ട്രയൽ ആൻഡ് എറർ ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. നമുക്കറിയാലോ, സൊഡോമി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത് എപ്പോ മുതലാ? വ്യവസായ വിപ്ലവത്തിന് ശേഷമാണ് സ്വവർഗരതി വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനൊരു പശ്ചാത്തലമുണ്ട്. വ്യവസായ വിപ്ലവത്തോടുകൂടി പെണ്ണും ആണും ജോലി ചെയ്യേണ്ട അവസ്ഥാവിശേഷം ഉണ്ടാവുകയും തൽഫലമായി വിവാഹപ്രായമേറെ ഉയർത്തപ്പെട്ട അവസ്ഥയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ വിവാഹപ്രായം ഉയർത്തപ്പെട്ടപ്പോൾ സ്വാഭാവികമായ ചോദന, ലൈംഗികത, അതിന്റെ സമ്പൂർത്തീകരണത്തിന് എന്ത് മാർഗം എന്നുള്ള ചോദ്യമുണ്ടായി. സ്വവർഗരതി എക്കാലഘട്ടത്തിലും നിലനിന്നിട്ടുണ്ട് സമൂഹങ്ങളിൽ. പക്ഷേ ഈ ചോദ്യത്തിന് അന്നത്തെ ഹ്യൂമനിസ്റ്റുകൾക്ക് നൽകാനുണ്ടായിരുന്ന മറുപടി സ്വവർഗരതി എന്ന് തന്നെയായിരുന്നു. സ്വവർഗരതി എന്ന് തന്നെയായിരുന്നു. അങ്ങനെയാകുമ്പോൾ അതിന്റെ ഫലം പിന്നീട് ലോകം കണ്ട് എയ്ഡ്സിനെ പോലെയുള്ള ഭീകരമായ മഹാമാരികൾ ലോകത്തെ പിടിച്ച് കുലുക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു കോണ്ടംസ് ഉപയോഗിക്കാം. ഇവിടെ
ഇനി കോണ്ടംസിനെയും അതിജീവിക്കുന്ന പുതിയ മഹാമാരികൾ കടന്നു വരുമ്പോ വീണ്ടും നമുക്ക് പറയേണ്ടി വരും, പുതിയ മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയോ? അതല്ല, ഇവിടെ അടിസ്ഥാനപരമായി വല്ല അബദ്ധവും സംഭവിച്ചുവോ? പരിണാമവാദപ്രകാരം മനുഷ്യൻ ആൾക്കുരങ്ങിന് ആകൃതി വ്യത്യാസമുണ്ടാവുകയും താടി വയ്യല് വ്യത്യാസപ്പെടുകയും നട്ടല് നിവരുകയും ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഹോമോസാപ്പിയൻ എന്ന മനുഷ്യൻ. അങ്ങനെയെങ്കിൽ മറ്റു ജീവികളിലെല്ലാം വിവാഹേതരമായ രതിസമ്പ്രദായം വ്യാപകമായിട്ടും അവിടെ ഗൊണേറിയയും സിഫിലീസും എയ്ഡ്സും ഒന്നുമില്ല എന്നും മനുഷ്യനിൽ മാത്രം ഇതുവഴി ഇങ്ങനെയുണ്ടാകുന്നു എന്നതിന്റെയും അടിത്തറ എന്താണ്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നമല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നത്. വിവാഹേതര രതി ഇന്ന് എല്ലാവരും വിഗ്രഹവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രത്യേകിച്ച് മുഖ്യധാര ആനുകാലികങ്ങൾ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാട് വിവാഹത്തെ ലൈംഗികതയിൽ നിന്ന് വേർപെടുത്തണം എന്നാണ്. വിവാഹത്തെ ലൈംഗികതയിൽ നിന്ന് വേർപെടുത്തണം. വിവാഹം എന്നത് കുടുംബത്തിന്റെ വിലാസത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാട്, ലൈംഗികത എന്നത് വ്യക്തിയുടെ സംതൃപ്തിക്ക് വേണ്ടിയുള്ള ഒരു ഏർപ്പാട്, അത് രണ്ടും വേർപെടുത്തപ്പെടണം എന്ന വാദവും എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇതേ ആവശ്യം 1980കളിൽ ശക്തമായി ഉന്നയിച്ച പാശ്ചാത്യ ലോകം ഇന്ന് തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, മുമ്പ് ക്ലിന്റൺ പ്രസിഡന്റായ സമയത്ത്, അമേരിക്കയിൽ ക്ലിന്റൺ പ്രസിഡന്റ് ആകുവാൻ വേണ്ടി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ കുടുംബ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നാണ്. അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ എന്താ കുടുംബ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബ വ്യവസ്ഥ അത്രയും തകർന്നിരിക്കുന്നു. കുടുംബ വ്യവസ്ഥ തകർന്നപ്പോൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് ഒരു രാഷ്ട്ര നേതാവാകാൻ ആഗ്രഹിക്കുന്നയാൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ടാകണമെങ്കിൽ അതിന് കാരണം എന്താ? സമൂഹത്തില് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും കുടുംബ വ്യവസ്ഥ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. അങ്ങനെ കുടുംബ വ്യവസ്ഥ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും കുടുംബ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റണില്ല. എന്തേ കാരണം? പുതിയ തലമുറ ഇതിന് സന്നദ്ധമാകുന്നില്ല. പുതിയ തലമുറയോട് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ, കുടുംബത്തിനകത്തുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളിപ്പോ 30 വയസ്സായപ്പോഴല്ലേ ഇത് പറയാൻ തുടങ്ങിയത്, ഞങ്ങളും അത്രയാകുമ്പോൾ ഞങ്ങൾ പറഞ്ഞോളാം, ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെല്ലാം ജീവിക്കട്ടെ എന്നാണ്. അവിടെയാണ് പ്രശ്നവും. നിങ്ങൾ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ പഠനങ്ങൾ APA.org എന്ന വെബ്സൈറ്റിലെടുത്ത് പരിശോധിച്ചു നോക്കുക. എന്തുകൊണ്ട് അവിടങ്ങളിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു? അതിന് അവർ നൽകുന്ന ഉത്തരം ഇത് തന്നെയാണ്, അടിസ്ഥാനപരമായി കുടുംബത്തിന്റെ തകർച്ച എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, കുടുംബം വേണമോ വേണ്ടയോ എന്ന് കേരളീയ ബുദ്ധിജീവി സമൂഹം ചർച്ച ചെയ്യുമ്പോഴും കുടുംബത്തിലൂടെയല്ലാതെ ലൈംഗികതയാകണം എന്ന് വാദിച്ച ആളുകൾ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്. ഇവിടെ അനുഭവങ്ങളിൽ നിന്ന് വേണമോ പാഠം ഉൾക്കൊള്ളാൻ, എങ്കിൽ സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് ശേഷമായിരിക്കും അത്തരം പാഠമുണ്ടാവുക. ഇവിടെയാണ് ദൈവിക മാർഗനിർദ്ദേശം പ്രസക്തമാകുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപിക്കുന്നില്ല. എന്തുകൊണ്ട്? അയാൾ കരളിന് ക്യാൻസർ വരുമെന്ന് ഗവേഷണത്തിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടല്ല, മറിച്ച് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കാൻ പാടില്ല. അതുകൊണ്ട് വ്യഭിചരിക്കുന്നില്ല. എയ്ഡ്സ് വരുന്നുള്ളത് കൊണ്ടല്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്നത് പടച്ചതമ്പുരാന്റെ നിയമമാണ്. അതുകൊണ്ട് ഇവിടെയാണ് കൃത്യമായ ദൈവിക മാർഗനിർദ്ദേശം പ്രസക്തമാകുന്നത്. ആ ദൈവിക മാർഗനിർദ്ദേശം ഇല്ലെങ്കിൽ ഇതെല്ലാം പ്രശ്നമാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ദർശനം ഇന്ത്യയിൽ അത് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് ദർശനത്തിന്റെ അടിത്തറ തന്നെ വിപ്ലവമാണ്. പക്ഷെ ഇന്ത്യൻ സാഹചര്യത്തിൽ അതിന് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് 1952 കൽക്കത്ത തിസീസിന് ശേഷം തീരുമാനമെടുക്കുന്നത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമത്തിനുള്ള ശ്രമം. ആ സാമൂഹ്യ ക്രമത്തിനുള്ള ശ്രമത്തിൽ പോലും വമ്പിച്ച ചതിയും വഞ്ചനയുമല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ പുതിയ രേഖയിൽ തന്നെ വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക. പുതിയ രേഖ തന്നെ പറയുന്നത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രസ്ഥാനത്തിന് സാധിക്കുന്ന രേഖയാണോ? സാധാ മെമ്പർമാർക്ക് മതവിശ്വാസികളാകാം, എന്നാൽ ഉയർന്ന ആളുകൾക്ക് മതവിശ്വാസികളാകാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താ? മതവിശ്വാസികളായ ആളുകൾക്ക് ഉയർന്നു പോകാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഒരിക്കലും അതിൽ സാധ്യമാണോ? ജനാധിപത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ 4 മെമ്പർഷിപ്പ് നേടി മെമ്പറായ ഒരാൾക്ക് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെയാകുവാനുള്ള അവസരമുണ്ടാകുന്ന പ്രസ്ഥാനത്തിനാണ് ജനാധിപത്യപരം എന്ന് പറയാ. തീർച്ചയായും ഇവിടെ എന്ത് സംഭവിക്കുന്നു? ജനാധിപത്യവുമായി യോജിക്കാത്ത വിപ്ലവത്തെയും ജനാധിപത്യത്തെയും കൂട്ടിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സംഭവിക്കുന്ന പ്രശ്നമാണിത്.
ആ പ്രശ്നം നിലനിൽക്കുന്നു ഇവിടെ. ആ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ ഉള്ളൊരു സാമൂഹ്യ വിപ്ലവം സാധ്യമാകുന്നില്ല എന്ന് മാത്രമല്ല, അതൊരിക്കലും സാധ്യമല്ല താനും, അതൊരു ഉട്ടോപ്യയാണ് താനും. അതോടൊപ്പം തന്നെ മതവിരുദ്ധമായ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചാരം സിദ്ധിക്കുന്നതിന് അവർ പരിശ്രമിക്കുകയും അതിന്റെ ഫലമായി സാമൂഹ്യ ധാർമ്മികത തകരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സാമൂഹ്യ ധാർമ്മികത എങ്ങനെ തകരുന്നു? നിങ്ങൾ നോക്കുക, ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് ഇപ്പറഞ്ഞ അധാർമികതകളുടെ മുഴുവനും സന്ദേശവാഹകരായി തുറന്നല്ലാതെയോ രംഗത്ത് വരുന്നത്. അവർ വളർത്തിയെടുത്ത ആളുകളാണ്, അല്ല എന്ന് പറയാൻ കഴിയുമോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ പറഞ്ഞ എല്ലാ അധാർമികതയുടെ വക്താക്കളുടെയും പ്രഖ്യാപനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇടതുപക്ഷ ബുദ്ധിജീവികളാണ് എന്നത് സ്വാഭാവികമാണ്. കാരണം ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്ന വിഭാഗത്തിന് ധാർമ്മികതയിൽ അധിഷ്ഠിതമായി ധാർമ്മികതയ്ക്ക് ഉള്ള ഒരു അടിത്തറയിൽക്ക് ആവശ്യമായ കൃത്യമായ പ്രബോധനങ്ങളില്ല എന്ന കാരണത്താലാണ് അത് സംഭവിക്കുന്നത്. അത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ധാർമ്മികത എന്നത് കൃത്യമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ദിവ്യമായ സ്രോതസ്സിൽ നിന്നുണ്ടാകേണ്ടതാണ്. ആ ദിവ്യമായ സ്രോതസ് പരിശോധിക്കുവാൻ നമുക്ക് അവസരം വേണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തുമാണ് ദിവ്യമായ സ്രോതസ്സുകൾ എന്ന് പറയുമ്പോൾ അത് കണ്ണടച്ച് അംഗീകരിക്കണമെന്ന് മുസ്ലിങ്ങൾ പറയില്ല, ഇസ്ലാം പറയുന്നില്ല. ഖുർആൻ നിങ്ങൾ നിരങ്കുശമായ പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. കൃത്യമായി പരിശോധിക്കുക. ഇത് സർവലോക സൃഷ്ടാവായ തമ്പുരാന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെടും നിരങ്കുശമായി പരിശോധിക്കുന്ന ഒരാൾക്ക് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ പരിശോധിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇത് സൃഷ്ടാവിൽ നിന്നുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഖുർആനിന്റെ സന്ദേശം അനുസരിച്ച് ജീവിക്കുക എന്നാണ്. എവിടെ? നന്മ തിന്മകളുടെ വിഷയത്തിൽ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ നിങ്ങൾ കൃത്യമായി പരിശോധിക്കുക. ആരെങ്കിലും പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് വളരെ കൃത്യമായി ചരിത്രത്തിന്റെ പൂർണ്ണമായ വെളിച്ചത്തിൽ ജീവിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ പരിശോധിക്കുക, അനലൈസ് ചെയ്യുക. ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും അനലൈസ് ചെയ്യുക. അങ്ങനെ അനലൈസ് ചെയ്തിട്ട്, അങ്ങനെ അപഗ്രഥിച്ചിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറഞ്ഞ നന്മയായും തിന്മയായും അംഗീകരിക്കുക. ഇതാണ് ഇസ്ലാം പറയുന്നത്. അവിടെ ദൈവമുണ്ടോ? അത് വേറെ വിഷയപാട്, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയപാട്. അതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണോ? വിശ്വാസത്തിന്റെ പ്രശ്നം തന്നെ. കാരണം ദൈവത്തെ ആരും കണ്ടിട്ടില്ല. പക്ഷേ ആ വിശ്വാസം, ഏതൊരു വിശ്വാസവും രൂഢമൂലമാകുന്നത് ചില യാഥാർത്ഥ്യങ്ങളിൽ ഇതാണ്. യാഥാർത്ഥ്യങ്ങൾ എന്താ? ആ യാഥാർത്ഥ്യങ്ങൾ ദൈവത്തെ നിഷേധിക്കുവാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ചുറ്റുപാടുമുള്ള വസ്തുതകൾ ദൈവത്തിന്റെ അസ്തിത്വത്തെ വെളിപ്പെടുത്തുന്നു. ശാസ്ത്രം തന്നെ ചില വിശ്വാസങ്ങളുടെ അടിത്തറയിലല്ലേ. ഇപ്പോൾ ഞങ്ങൾ ഫിസിക്സ് പറയും സ്ഥലകാല നൈരന്തര്യത്തിന്റെ 4 ഡയമെൻഷണൽ സ്പേസ് എന്നല്ല, എന്താ ചതുർമാന ലോകം. ഇത് സ്ഥലകാല നൈരന്തര്യം, ടൈം സ്പേസ് കോണ്ടിന്യൂം. ഒരു സാധാ ഫിസിക്സ് വിദ്യാർത്ഥിക്കൊന്നും മനസ്സിലാകില്ല. എന്തുകൊണ്ടത് വിശ്വസിക്കുന്നത്? ഇറ്റ് ഈസ് മാത്തമാറ്റിക്കലി പ്രൂവ്ഡ്. ആ മാത്തമാറ്റിക്കലി പ്രൂവൺ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് പ്രപഞ്ചമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ കണികകളും അതിന്റെ പിന്നിലുള്ള കൃത്യമായ ഒരാസൂത്രകനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ആ മാത്തമാറ്റിക്കലി പ്രൂവൺ ആണതും. ഇത് ഒരാസൂത്രണമുണ്ട്. ആസൂത്രണം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആസൂത്രകൻ ഉണ്ടാകുമെന്നത്. അതുകൊണ്ടാണ് അതൊരു കേവല വിശ്വാസമല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യമാണ് എന്ന് പറയുന്നത്. പരലോകവും ഇതുപോലെ തന്നെ. ഒരു കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, നന്മ തിന്മകളെ കുറിച്ച് ആത്യന്തികമായിട്ടുള്ള ഒരു വിവേചന മൂല്യനിർണ്ണയം നടത്താൻ സാധ്യമല്ലെന്നുള്ളതിനോട് യോജിക്കുന്നു. പക്ഷേ അതിനുള്ള ഉത്തരം എക്കാലത്തേക്കും ചില കിതാബുകളിൽ ലഭ്യമാണെന്നുള്ളതിനെ കുറിച്ച് യോജിക്കാൻ പറ്റില്ല. ഒരു രീതിയിൽ ഉദാഹരണത്തിന് നമ്മുടെ സൈബർ നിയമങ്ങളെ കുറിച്ച് ഒരു മതഗ്രന്ഥങ്ങളിലും കാണില്ല. ആഗോള താപനത്തെക്കുറിച്ച് ഒരു മതഗ്രന്ഥങ്ങളിലും. കാരണം ഇത് ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളായിരുന്നില്ല. വിവാഹത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നതിന് ഒരു കാരണം, ഒരു സ്ത്രീയുടെ, ഒരു കുട്ടിയുടെ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നത്, രണ്ടുപേരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും ഒരു കുഞ്ഞിന്റെ ജന്മം എന്നുള്ളതാണ് അതിന്റെ ഒരു അനിവാര്യത. പക്ഷെ മോഡേൺ, ഡ്യൂ ടു ദ യൂസ് ഓഫ് മോഡേൺ കോൺട്രാസെപ്റ്റീവ്സ് ഇറ്റ് ബിക്കംസ് പോസിബിൾ. ആ ഒരു ഭീഷണി കൂടാതെ തന്നെ യഥേഷ്ടം ലൈംഗികതയിൽ അഭിനയിക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ കാലം നൽകുന്നു. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് ഇന്നത്തെ കാലം ചർച്ച ചെയ്ത് അതിൻ്റെതായിട്ടുള്ള പുതിയ സദാചാരം രൂപപ്പെടേണ്ടതാണ്. അല്ലാതെ എക്കാലത്തേക്കും
എന്നുണ്ട്. മറ്റൊന്ന്, എല്ലാ മതഗ്രന്ഥങ്ങളിലും നന്മയും സ്നേഹത്തെയും കുറിച്ച് പറയുന്നത് പോലെ വളരെ സങ്കുചിതമായ വീക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബൈബിൾ പഴയ നിയമം വായിക്കുകയാണെങ്കിൽ അതൊരു ഹൊറർ നോവലിനെ പോലെ തോന്നിക്കും. അതേസമയം യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഉദാത്തമായ നന്മയുണ്ട്. ഹൈന്ദവ വേദങ്ങളിൽ ഹിംസ പാടില്ല എന്ന് പറയുന്ന പ്രമാണങ്ങളുണ്ട്. യജ്ഞത്തിനായി ഹിംസ ആകാമെന്നും പറയും. അപ്പൊ ഒരു പണ്ഡിതന് എവിടെ നിന്നും ഉദാഹരിക്കാം. ചോദ്യം, കാലത്തിന് അനുസൃതമായ രീതിയിൽ ഇതിനൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇത് ഹോളി ടെക്സ്റ്റ് എന്ന് കരുതി കഴിഞ്ഞാൽ അതിന് മേൽ കൈവയ്ക്കാൻ പറ്റില്ല. നേരെ മറിച്ച് കാലോചിതമായിട്ടുള്ള മറ്റെല്ലാത്തിനും പരിഷ്കരണം ഉള്ളതുപോലെ ഇതിലും പരിഷ്കരണമായിക്കൂടി എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. ഇപ്പോഴാണ് യഥാർത്ഥ ചോദ്യത്തിൽ എന്റെ സുഹൃത്ത് എത്തിയിട്ടുള്ളത്. എന്താ വെച്ചാൽ കാലോചിതമായ പരിഷ്കരണമായിക്കൂടെ? സ്വാഭാവികമായിട്ട് ലോകം മുഴുവനും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ലോകം മുഴുവനും ആവശ്യപ്പെടുന്നു ഇസ്ലാമിക പ്രമാണങ്ങൾ എന്തുകൊണ്ട് കാലോചിതമായ പരിഷ്കാരത്തിന് വിധേയമാക്കിക്കൂടാ? അത് തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട, പഠിക്കേണ്ട വിഷയം. ഇവിടെ ഞാൻ പറഞ്ഞത്, സുഹൃത്ത് പറഞ്ഞതുപോലെ തീർച്ചയായും നന്മത്തിന്മകളെ വിച്ഛേദിക്കുവാൻ സാമൂഹ്യ നിയമങ്ങൾക്ക് കേവലമായി സാധ്യമല്ല എന്ന് എന്റെ സുഹൃത്ത് സമ്മതിച്ചതിൽ നിന്ന് തുടങ്ങട്ടെ ഞാൻ. പിന്നെ എങ്ങനെ കഴിയും? എങ്ങനെ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ എന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിയല്ല, ഒരു സാമൂഹ്യ ജീവിയാണ്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നത് പലപ്പോഴും ദുഷ്കരമാണ്. മനുഷ്യാവസ്ഥയിൽ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം ഉണ്ടെങ്കിലും പരസ്പര ബന്ധമില്ലാതെ, അംഗീകാരമില്ലാതെ മനുഷ്യർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. അപ്പോൾ നമ്മുടെ ധാർമ്മിക നിയമങ്ങൾ എന്നെ മാത്രം ബാധിക്കുന്നതല്ല, അപരനെക്കൂടി ബാധിക്കുന്നതാണ്. അപരനെക്കൂടി ബാധിക്കുന്നതാകുമ്പോൾ ആ അപരനെ ബാധിക്കുന്ന നിയമങ്ങൾക്ക് ആര് ആണ് ആ നിയമങ്ങൾ നൽകേണ്ടത്? ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്. ഇപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, ലൈംഗികതയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മുൻപ് ഉണ്ടായത് കുട്ടിക്ക് പിതൃത്വത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് തന്നെ. നേർക്ക് നേരെ ചിന്തിച്ചാൽ ശരിയായ ഒരു വാദമാണത്. എന്നാൽ അതാണോ ശരി? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. മനുഷ്യന് മാത്രമുള്ള ചില സവിശേഷതകളുണ്ട്. വളരെ അത്ഭുതകരമാണ് മനുഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ. മനുഷ്യ ശിശു ജനിക്കുമ്പോൾ അതിന്റെ തലച്ചോറിന് 340 ഗ്രാമാണ് വെയിറ്റ്. ഒരു പ്രായപൂർത്തി എത്തിയ മനുഷ്യന് 1390 ഗ്രാം മുതൽക്ക് 1430 ഗ്രാം വരെ വെയിറ്റ് ഉണ്ടാകും അയാളുടെ തലച്ചോറിന്. അഥവാ ശിശുവിന്റെ ഇതിന് 5 ഇരട്ടിയോളം വരും പ്രായപൂർത്തിയെത്തിയ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വലിപ്പം. എന്നാൽ ഒരു ഒറാങ്ങൊട്ടാങ്ങിന് മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് പരിണാമവാദികൾ പറയുന്ന ജീവി, ഒറാങ്ങൊട്ടാങ്ങിന്റെ ശിശു ജനിക്കുമ്പോൾ അതിന്റെ പ്രായപൂർത്തിയായ കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഏകദേശം 60 മുതൽ 80 വരെ ശതമാനം വെയിറ്റ് ഉണ്ടാകും. ഇത് ശാസ്ത്രീയമായി സ്ഥാപിക്കപ്പെട്ട കാര്യങ്ങൾ, അത് പഠിക്കേണ്ട വിഷയമാണ്. എന്തുകൊണ്ട് മനുഷ്യ ശിശുവിന്റെ 5 ഇരട്ടി വർദ്ധിക്കുന്നു തലച്ചോറ് അത് വലുതാകുമ്പോൾ? എന്നാൽ മറ്റേ ജീവിയോ 20% മുതൽ 40% മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ. മറ്റെല്ലാ ജീവികളും എടുത്ത് പരിശോധിച്ചാൽ. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്. മറ്റു ജീവികൾ അവയുടെ തലച്ചോറ് വികാസം 20 മുതൽ 40 വരെ ശതമാനമാണെന്ന് പറയുമ്പോൾ തലച്ചോറിന്റെ വികാസത്തിനനുസരിച്ചാണ് അറിവുണ്ടാകുന്നത്, വിവരമുണ്ടാകുന്നത്. വിവരമാകട്ടെ തലച്ചോറിലുള്ള സിനാപ്സുകൾക്കകത്താണ് ശേഖരിച്ചു വെക്കുന്നത്. 2 ന്യൂറോണുകൾക്ക് നടുവിലുള്ള സ്പേസിനാണ് സിനാപ്സ് എന്ന് പറയാം. സിനാപ്സുകളുടെ എണ്ണം ജനിച്ചതിന് ശേഷം 20 മുതൽ 40 വരെ ശതമാനം മാത്രമേ വർദ്ധിക്കുന്നുള്ളൂ ബാക്കിയുള്ള ജീവികളുടേത്. മനുഷ്യന്റേതോ ഏകദേശം 5 ഇരട്ടി വർദ്ധിക്കുന്നു. അതിന്റെ അർത്ഥം മനുഷ്യൻ ചുറ്റുപാടിൽ നിന്നും നേടിയെടുക്കുന്ന അറിവ് ഒരുപാടാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവന്റെ ധാർമ്മികത നിശ്ചയിക്കപ്പെടുന്നത്, അവന്റെ വ്യക്തിത്വം നിശ്ചയിക്കപ്പെടുന്നത്, അവന്റെ ജീവിത വീക്ഷണം നിശ്ചയിക്കപ്പെടുന്നത്. മനഃശാസ്ത്രജ്ഞന്മാർ പറയും 3 വയസ്സുവരെയുള്ള സമയമാണ് കുഞ്ഞിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. എന്തുകൊണ്ടെന്നാൽ ആ സമയത്താണ് തലച്ചോറിന്റെ ഹാർഡ്വെയർ രൂപപ്പെടുക എന്ന്. ഇതെല്ലാം ശാസ്ത്രം എന്താ പറയുന്നത് ഞാൻ പറഞ്ഞു തരാം. ഈ സമയത്ത് കുഞ്ഞിന്റെ ഹാർഡ്വെയർ രൂപപ്പെടുന്നത് ആ സമയത്താണ്. കുഞ്ഞിന്റെ തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികാസം ഏകദേശം 3 ഇരട്ടിയോളം തലച്ചോറ് 4 ഇരട്ടിയോളം തലച്ചോറ് വികസിക്കുന്നത്. ഈ സമയത്ത് കുട്ടിക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ
ആണ് കുട്ടി ലോകത്തെ പിന്നീട് മനസ്സിലാക്കുന്നത്. ട്രാൻസ്ലേഷൻ ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് മനഃശാസ്ത്രത്തിലൊരു ശാഖയുണ്ട്, ടി എ വിദഗ്ധന്മാർ പറയും 3-ാമത്തെ വയസ്സിൽ കുട്ടി അവന്റെ ജീവിതത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതും. എന്തിന്റെ അടിസ്ഥാനത്തിൽ? 3 വയസ്സുവരെ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഈ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യും 12-ാമത്തെ വയസ്സിൽ. പിന്നെ ഉണ്ടാകുന്നത് ഈ റീറൈറ്റ് ചെയ്യപ്പെട്ട സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിലുള്ള നാടകമാണ് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. അത് ഏറ്റവും അടിസ്ഥാനപരമായ സമയം 3 വയസ്സുവരെയുള്ള സമയമാണ്. ഈ സമയത്ത് കുട്ടി എന്താകണമോ ആ രൂപത്തിൽ ആവശ്യമായ വിവരങ്ങളും ധാർമ്മികതയും അടിത്തറയുമെല്ലാം നൽകി വളർത്തേണ്ടത് മാതാപിതാക്കളുടെ ബാധ്യതയാണ്. അതിന് മാതാപിതാക്കൾ ഉണ്ടായേ പറ്റൂ, കുടുംബം ഉണ്ടായേ പറ്റൂ. കുട്ടിയുടെ സാഹചര്യത്തിൽ നിങ്ങൾ നോക്കുക, ബാക്കി എല്ലാ ജീവിയും മുലകുടി പ്രായം കഴിഞ്ഞാൽ പിന്നെ എന്ത്? മാതാവ്, പിതാവ്. നിങ്ങൾക്കറിയാലോ, മുലകുടി പ്രായം കഴിഞ്ഞാൽ സ്വന്തം മാതാവുമായി രമിക്കാൻ ഒരു ജീവിക്കൊരു തടസ്സമല്ല. മനുഷ്യ ശിശുവിന് മുലകുടി പ്രായം കഴിഞ്ഞാൽ കുട്ടിന്റെ ബൈക്ക് പോയിക്കോന്ന എന്തായിരിക്കും കുട്ടിന്റെ അവസ്ഥ? ഏത് ബയോളജി എടുത്തോളൂ. ഞാൻ പറയുന്നത് സാമൂഹ്യശാസ്ത്രപരമല്ല, കേവല ജീവശാസ്ത്രം എടുത്തോളൂ. 2 വയസ്സുവരെ മാത്രമേ ജീവശാസ്ത്രപരമായി കുഞ്ഞിന് മാതാവിന്റെ ആവശ്യമുള്ളൂ ശരിക്ക്. എന്നാൽ മനുഷ്യ ശിശുവിന് അത് പോരാ. എന്തേ കാര്യം? കുട്ടി വളരുന്ന ഓരോ ഘട്ടത്തിലും മാതൃത്വത്തിന്റെ, പിതൃത്വത്തിന്റെ, കുടുംബത്തിന്റെ സാഹചര്യവും സംരക്ഷണവും ഉണ്ടാകണം. അതിന് കുടുംബം സുദൃഢമായി നിലനിൽക്കണം. കുടുംബം സുദൃഢമായി നിലനിൽക്കണമെങ്കിൽ കുടുംബത്തിന്റെ ദൃഢത ലൈംഗികതയിൽ അധിഷ്ഠിതമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല, ഫ്രോയിഡ് പറയും. ഫ്രോയിഡ് ലോകത്തെ സകല പ്രശ്നങ്ങളെയും ലൈംഗികമായി വ്യാഖ്യാനിച്ചയാളാണ്, ഭൗതികവാദിയാണ്. അപ്പോ ഞാൻ പറയുന്നത്, അങ്ങനെയാകുമ്പോ ഈ കുഞ്ഞിനെ വളർത്തുന്ന കുടുംബ സാഹചര്യം ഉണ്ടാകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ലൈംഗികത പൊതുവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മാർക്സിന്റെ ചിന്തപ്രകാരം, എംഗൽസിന്റെ ചിന്തപ്രകാരം എന്താ? കുട്ടിയെ വളർത്തേണ്ടത് സമൂഹമാണ്, രാഷ്ട്രമാണ്. കഴിയില്ല. ആ രാഷ്ട്രം വളർത്തുന്ന കുഞ്ഞിൽ അമേരിക്കയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീതിതമായ അവസ്ഥയാണ് ഉണ്ടാവുക. എന്താ? അമേരിക്കയിൽ പിന്നെ കുറച്ചു കാലം കൂടി മാതാവിന്റെ ഒരു സംരക്ഷണമെല്ലാം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒന്ന് പറക്കമുറ്റാൻ പ്രായമായി കഴിഞ്ഞാൽ, അതോ ഒരു 10, 12, 13, 14 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്. അതിന്റെ ഫലമാണ് ഇന്നവർ അനുഭവിക്കുന്നത് എന്ന് പറയുന്നത് ഞാനല്ല, അവിടുത്തെ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ, സംശയമുള്ള ആളുകൾ APA.org എന്ന അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ 5000-ഓളം പ്രബന്ധങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഞാൻ പറഞ്ഞത്, വിശദമായി പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. ധാർമ്മികത എന്നത് തീർച്ചയായും ഈ കുടുംബ സംവിധാനം തകർക്കപ്പെടേണ്ടതാണ്. ഇന്ന് കോണ്ടംസ് കണ്ടുപിടിക്കപ്പെട്ടു. അതേ രൂപത്തിലുള്ള വിവാഹബാഹ്യ രതിയിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഇന്ന് ലോകത്തിനറിയാം. അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രൂപത്തിലുള്ള ഒരു ധാർമ്മിക ക്രമം രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ് എന്റെ സുഹൃത്ത് പോലും പ്രത്യാശ പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ ആ പ്രത്യാശയിലുള്ള അപകടം ഇതാണ്. അങ്ങനെയുണ്ടായാൽ സ്വതന്ത്ര ലൈംഗികതയുടേതാകും ലോകം. ആ സ്വതന്ത്ര ലൈംഗികതയുടെ ലോകത്ത് കുട്ടികൾ ശ്രദ്ധിക്കപ്പെടാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. കുട്ടികൾക്ക് കുടുംബ സാഹചര്യം ഉണ്ടാവില്ല. ആ കുടുംബ സാഹചര്യത്തെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ലൈംഗികത പരസ്യമാക്കപ്പെട്ടാൽ അവിടെ വിശുദ്ധിയുണ്ടാവില്ല, അവിടെ സ്നേഹമുണ്ടാവില്ല, അവിടെ കേവലം കൊടുക്കൽ വാങ്ങലുകൾ മാത്രമായി ലൈംഗികത മാറും. അപ്പോൾ കുടുംബത്തിൽ നിലനിൽക്കേണ്ട സുരക്ഷിതത്വം ഉണ്ടാവില്ല. സ്വാഭാവികമായും കുട്ടി സാമൂഹ്യദ്രോഹിയായി തീരും. അടുത്ത തലമുറ എങ്ങനെയാകും? ഉദാഹരണം, തെളിവ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ തെളിവ് പഠനങ്ങൾ. എങ്കിൽ ആര് പഠിപ്പിക്കും ഇത് പാടില്ലെന്ന്? അവിടെയാണ് പ്രശ്നം. എന്റെ സുഹൃത്തിനടക്കം ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് പഠനങ്ങളും വായിക്കുമ്പോൾ തോന്നിപ്പോകുന്നു, എന്തേ പുതിയ കാലഘട്ടത്തിനനുസരിച്ചൊരു സാംസ്കാരിക ലൈംഗികതയെക്കുറിച്ചൊരു പുതിയ ചിന്തയുണ്ടായിക്കൂടാ? അവിടെ തന്നെയാണ് പ്രശ്നം. നമുക്കും തോന്നിപ്പോകാം നമ്മുടെ സാഹചര്യത്തിൽ. അവിടെയാണ് നമ്മളെ പിടിച്ചു വെക്കേണ്ട, പാടില്ല എന്ന് പറയേണ്ട നമുക്ക് പുറത്തുള്ള ഒരു മഹാശക്തിയുടെ അനിവാര്യത ഉണ്ടാകുന്നത്. അവിടെയാണ് കൃത്യമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞു, ശരി അത് സമ്മതിച്ചു, പക്ഷേ ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതി വെച്ചത് അതേപോലെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. തീർച്ചയായും അംഗീകരിക്കാൻ പറ്റില്ല. ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അംഗീകരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഞാൻ പറയട്ടെ, ഞാൻ ഒരു ശരി എന്ന് ഖുർആനിൽ നിന്നൊരു കാര്യം ശരി എന്ന് പറഞ്ഞത് ഞാൻ അതേപോലെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കുന്നത് അത് എന്നെ പടച്ച തമ്പുരാൻ പറഞ്ഞു എന്ന 100% ബോധ്യത്താലാണ്. ആ ബോധ്യമാണ് നമ്മളെ നയിക്കുന്നത്.
അവിടെയാണ് പ്രശ്നവും. എന്തുകൊണ്ട് സുഹൃത്തിനത് കഴിയുന്നില്ല? സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞാൽ ആ ബോധ്യം ഉണ്ടായിട്ടില്ല. ആ ബോധ്യമുണ്ടായ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറഞ്ഞല്ലോ, താടി പഠിക്കാം, അല്ലെങ്കിൽ അതിന് തെളിവെന്താ, താടി വളർത്തണം എന്നില്ല. ഒരു ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, മതപരമായി ജീവിക്കുന്ന ഒരു സുഹൃത്ത് തന്നെ എന്താ പറഞ്ഞത്, പ്രവാചകന്റെ കാലത്ത് ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്തത്, അതുകൊണ്ട് ഇപ്പൊ കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല. അവിടെയാണ് പ്രശ്നവും. രണ്ടും മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച അബദ്ധമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ പ്രവാചകൻ മറ്റു വാഹനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുവാൻ അനുവാദം നൽകി. താടിയുടെ വിഷയത്തിൽ പ്രവാചകൻ കൽപ്പിച്ചു, നിങ്ങൾ താടി വളർത്തുക എന്ന്. താടിക്ക് പകരം ഒരു പുതിയ സാധനം പുതുതായി കണ്ടുപിടിക്കപ്പെടാത്തതുകൊണ്ട് തന്നെ അത് മനുഷ്യ സ്വന്തം ജീവിതത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് പ്രശ്നമില്ല. എന്താ താടിക്കത്ര പ്രശ്നം? ലോകത്തെല്ലാ ചിന്തകന്മാരും താടി വളർത്തിയിട്ടുണ്ട്, പക്ഷേ മുസ്ലിം താടി വളർത്തുമ്പോൾ മാത്രം പ്രശ്നം. മാർസിന് താടിയുണ്ട്, എംഗൽസിന് താടിയുണ്ട്, ലെനിന് താടിയുണ്ട്, ആർക്കല്ലാത്തത്? ടോൾസ്റ്റോയ്ക്ക് താടിയുണ്ട്, രവീന്ദ്രനാഥ ടാഗോറിന് താടിയുണ്ട്, എല്ലാവർക്കും താടിയുണ്ട്. അവിടെ ഒന്നും ഒരു പ്രശ്നമല്ല. എന്റെ അവിടെ ബുദ്ധിജീവനത്തിന്റെ ചിഹ്നമായ താടി മുസ്ലിം വെക്കുമ്പോൾ മാത്രം അത് ഭീകരതയുടെ ചിഹ്നമാവുകയും അത് പ്രവാചകൻ കൽപ്പിച്ചുകൊണ്ട് ഭീകരതയായി തീരുകയും ചെയ്യുന്നത്. അങ്ങനെ അവിടെയാണ് ഞാൻ പറഞ്ഞത്, കാലത്തിനനുസരിച്ച് മാറേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പൊ വസ്ത്രം, പ്രവാചകൻ പഠിപ്പിച്ച അതേ രൂപത്തിലുള്ള പഞ്ഞി വസ്ത്രം വിടണമെന്ന് ഇസ്ലാം പഠിപ്പിക്കണില്ല. ഇസ്ലാം പറഞ്ഞതെന്താ? വസ്ത്രം നിങ്ങൾക്ക് മാറാം, പക്ഷേ വസ്ത്രം മാറുന്നിടത്ത് ചില കൽപ്പനകളുണ്ട്, ചില അരുതായ്മകളുണ്ട്, ചില വിധിവിലക്കുകളുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. ഏത് ഭക്ഷണം? അന്ന് പ്രവാചകൻ കഴിച്ച ഈത്തപ്പഴം മാത്രം തിന്നണമെന്ന് പറഞ്ഞില്ല. ഭക്ഷണം എന്തും കഴിക്കാം, പക്ഷെ അമിതമാകരുത്. ആ കഴിക്കുന്ന ഭക്ഷണം നിയതമായ മാർഗത്തിലൂടെ നേടിയെടുത്തതാകണം. ലൈംഗികത ഏത് മാർഗവും നിങ്ങൾ പരീക്ഷിച്ചോളൂ. ഏത് മാർഗവും നിങ്ങൾക്ക് ബുധമൈഥുനം ഒഴിച്ച്, ആനൽ സെക്സ് ഒഴിച്ച് ഏത് ലൈംഗിക മാർഗങ്ങളും പരീക്ഷിച്ചോളൂ. പക്ഷേ ഒരു നിബന്ധന, നിങ്ങളുടെ അർഹമായ ഇണകളോടുകൂടി മാത്രം. നിബന്ധനയോടുകൂടി. അതാൽ പുതിയ മാർഗങ്ങൾ ഏത് ജീവിതത്തിന്റെ രംഗത്തും, അതെ ജീവിതത്തിന്റെ ഏത് രംഗത്തും. ഇപ്പോഴുള്ള അവസ്ഥയിൽ ഇപ്പോൾ നമ്മൾ മൈക്ക് ഉപയോഗിക്കുന്ന പ്രവാചകൻ മൈക്കുണ്ടായിട്ടാ? അല്ല. എന്തേ കാര്യം? പ്രവാചകൻ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടാണ്. എന്നാൽ ചില നിയമങ്ങൾ സ്വാതന്ത്ര്യം നൽകാതെ കൃത്യമായി പടച്ചോൻ പഠിപ്പിച്ചു. അതുകൊണ്ട് അത് പറ്റില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, കക്കരുത് എന്ന് പിന്നെ തെറ്റായി പറഞ്ഞ് ഹോർഡിങ് ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹിന്റെ കൃത്യമായ കൽപ്പനയാണ്. വ്യക്തമായൊരു വസ്തുവിനെ കുറിച്ച് തെറ്റായ ധാരണയുണ്ടാക്കിക്കൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രവാചകന്റെ കൽപ്പന. ഇന്നത്തെ മാർക്കറ്റിംഗ് എന്ന ശാസ്ത്രശാഖ തന്നെ ഹോർഡിങ്ങിൽ അധിഷ്ഠിതമാണ്. പെണ്ണിന്റെ തടി നോക്കിയിട്ടാണ് ലക്സ് സോപ്പിനെ വിലയിരുത്താൻ വേണ്ടി കൽപ്പിക്കുന്നത്. എന്താ? ഇതേ രൂപത്തിൽ തൊളിയുടെ വെളുപ്പുണ്ടാകണോ, ലക്സ് തേച്ചോളൂ. അത് ഉണ്ടാക്കിയവനക്കും അറിയാം, ഇത് പറയുന്നവനക്കും അറിയാം, അത് സംപ്രേഷണം ചെയ്യിക്കണവനക്കും അറിയാം, ലക്സും തൊളിന്റെ വെളുപ്പും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന്. എങ്കിലും അത് പറഞ്ഞേ പറ്റൂ. ഇല്ല, പറ്റൂല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. അന്നത്തെ സാഹചര്യത്തിൽ മാർക്കറ്റിംഗ് ഇല്ല, ഈ രൂപത്തിലുള്ള സംവിധാനമില്ല, TV ഇല്ല. അതുകൊണ്ട് അന്ന് പ്രവാചകൻ പറഞ്ഞത് ഇപ്പൊ വേണമെങ്കിൽ അതെല്ലാം ആകാൻ പറ്റില്ല. ഏത് രംഗത്തുമുള്ള നിയമങ്ങൾ കൃത്യമായി പഠിപ്പിക്കപ്പെട്ടത് കൃത്യമായി. എന്നാൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ നിയമം എല്ലാവരോടും, മുസ്ലിമിനോട് എല്ലാവരും കട്ടവനെ മുഴുവൻ പോയിട്ട് കൈവെട്ടിക്കൂടുന്ന പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ഇസ്ലാമികമായൊരു സാഹചര്യം, ഇസ്ലാമികമായ രാഷ്ട്രവ്യവസ്ഥിതി, അവിടെ നടക്കേണ്ട അടിസ്ഥാനപരമായ വിപ്ലവം, ആ വിപ്ലവം കഴിഞ്ഞതിന് ശേഷവും ഒരു സാമൂഹ്യ സുരക്ഷയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സംവിധാനം ഉണ്ടായതിനു ശേഷവും അവിടെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവൻ സാമൂഹ്യ വിരുദ്ധനാണ്. അവനെ സാമൂഹ്യ വിരുദ്ധനായി കണ്ട് അവനെ മാതൃകാപരമായി ശിക്ഷിച്ച് ഈ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സമൂഹത്തെ മുക്തമാക്കണമെന്നുള്ളതാണ് ഇസ്ലാമിന്റെ രംഗത്തെ കാഴ്ചപ്പാട്. അവിടെ ഓരോ രംഗത്തും കൃത്യമായ മാർഗദർശനമാണുള്ളത്. അവിടെ ഏതെങ്കിലും ദർശനങ്ങളോടുള്ള വിരോധമല്ല എന്ന് മനസ്സിലാക്കുക. എന്റെ പേര് സാഹിർ മുഹമ്മദ്, നന്മണ്ടയാണ് സ്വദേശം. ഇവിടെ ചോദിക്കുന്നത്, മാർക്സിസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മെറ്റീരിയലിസത്തിൽ അത് അടിസ്ഥാനമാണെന്നാണ് സുഹൃത്ത് ആദ്യം വാദിച്ചിരുന്നത്. മെറ്റീരിയലിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ശാസ്ത്രവസ്തുക്കൾ ഉപയോഗിച്ചാണ് മതത്തെ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെറ്റീരിയലിസം വന്നിരിക്കുന്നത് ശാസ്ത്രം വെച്ച് പറയുകയാണെങ്കിൽ കണികാ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് മെറ്റീരിയലിസം വന്നിരിക്കുന്നത്. അപ്പൊ കണികാ സിദ്ധാന്തം തള്ളപ്പെട്ടതോടുകൂടി മാർക്സിസം തള്ളപ്പെട്ടു എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മാർക്സിസവും മതവും തമ്മിൽ ബന്ധമില്ലേ? എന്തിനടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും ഉള്ളതാണ്. അതിന്റെ അർത്ഥം ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് സാധ്യത എന്നല്ല, അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്നൊരു കൺസെപ്റ്റാണ്. അപ്പൊ പ്രോബബിലിറ്റി എന്ന കൺസെപ്റ്റ്
വന്നിരിക്കുന്നത് പറയുകയാണെങ്കിൽ ഇപ്പം ഭൂമിയിലുള്ള ഒരു വസ്തു അല്ലെങ്കിൽ മനുഷ്യൻ ഒരു മാറ്ററാണ് അല്ലെങ്കിൽ മെറ്റീരിയലാണ്. ആ വസ്തുവിന്റെ ഒരു നിശ്ചിത ടൈം ഇന്റർവൽ കഴിയുമ്പോൾ ആ മെറ്റീരിയൽ ഇവിടെ ഉപേക്ഷിക്കുന്നു. പിന്നീട് ഇവിടുള്ള വേവ് ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ ലയിച്ചു ചേരുന്നു. ഇതാണ് നമ്മൾ പറയുന്ന സോൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ശാസ്ത്രം ഉപയോഗിച്ച് പറയാം. അങ്ങനെയാണെങ്കിൽ മതവും മാർക്സിസവും കൈകോർക്കുന്നില്ലേ അവിടെ? അതായത് മാർക്സിസത്തിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയലിസമാണ്, മതത്തിലും മെറ്റീരിയലിസം കടന്നു വരുന്നില്ലേ? അവിടെ മാർക്സിസവും മതവും കൈകോർക്കുന്നില്ലേ? ശാസ്ത്ര തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തോടെ വിശദീകരിച്ചത്. അപ്പൊ ശാസ്ത്രത്തെ വിശദീകരിക്കുന്നത് മനുഷ്യനാണ്, മതത്തെ വിശദീകരിക്കുന്നത് ദൈവവുമാണ്. അപ്പം ഇവിടെ മതത്തെ നമ്മൾ അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്നത് ഇസ്ലാമികപരമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ട് നമ്മൾ പറയുന്ന വിശ്വാസം. ഇവിടെ പറഞ്ഞിരിക്കുന്നതും പിന്നെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ ലാസ്റ്റിൽ നമ്മൾ പറയുന്ന അതിന്റെ പിന്നെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. അവിടെയും സാധ്യത എന്നുള്ള സങ്കല്പമാണ്. അപ്പൊ മാർക്സിസവും മതവും ഇവിടെ കൈകോർക്കുന്നില്ലേ? മതവും മാർക്സിസവും മെറ്റീരിയലിസത്തിൽ കൈകോർക്കുന്നു എന്നതാണ് എന്റെ സുഹൃത്തിന്റെ ഒരു നിരീക്ഷണം. യഥാർത്ഥത്തിൽ മെറ്റീരിയലിസത്തെക്കുറിച്ച് അദ്ദേഹത്തിന് എന്തൊക്കെയോ ധാരണപ്പിശകുകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മെറ്റീരിയലിസം എന്നത് കണികാ സിദ്ധാന്തത്തിൽ നിന്ന് ഉത്ഭൂതമായ ഒരു സിദ്ധാന്തമല്ല. മെറ്റീരിയലിസം മാറ്ററിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ഒരു സിദ്ധാന്തമാണ്. മാറ്റർ എന്ന് പറഞ്ഞാൽ പദാർത്ഥമാണ്. പദാർത്ഥം മാത്രമാണ് യാഥാർത്ഥ്യം എന്നതാണ് മെറ്റീരിയലിസത്തിന്റെ ബേസ്. പദാർത്ഥാതീതമായൊരു ലോകമുണ്ടോ എന്ന ചോദ്യത്തിന് പദാർത്ഥാതീതമായൊരു ലോകമില്ല എന്നും ആത്മീയമായൊരു ലോകം എന്നത് മിഥ്യയാണ് എന്നും പദാർത്ഥ ലോകം മാത്രമാണ്, ദൃശ്യപ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ള വാദമാണ് മെറ്റീരിയലിസം. ഈ മെറ്റീരിയലിസം കണികാ സിദ്ധാന്തം വരുന്നത് ഡാൾട്ടന്റെ ശേഷമാണ്. ഈ ഡാൾട്ടന്റെ എല്ലാം എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിലനിന്നിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് മെറ്റീരിയലിസം അഥവാ പദാർത്ഥവാദം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെ ഭൗതികവാദം എന്ന് പറയുന്നത് അതിനാണ്. എന്നാൽ ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അനിശ്ചിതത്വ സിദ്ധാന്തം, ഹീസൻബർഗിന്റെ അനിശ്ചിതത്വ സിദ്ധാന്തം പറയുന്നത് വസ്തുവിന്റെ ഇലക്ട്രോണിന്റെ സൂക്ഷ്മ കണികകളുടെ സ്ഥാനവും ആവേഗവും ഒരേ സമയത്ത് കണക്കാക്കുവാൻ സാധ്യമല്ല എന്നാണ്. അതിന്റെ അർത്ഥം പദാർത്ഥത്തെ സൂക്ഷ്മ ലോകത്തെ ഇലക്ട്രോണിനെ ആറ്റത്തിനെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നാണ്. അവിടെ കൃത്യമായി മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നുള്ളിടത്താണ് പ്രോബബിലിറ്റി കടന്നു വരുന്നത്, സാധ്യതാ സിദ്ധാന്തം കടന്നു വരുന്നത്. അഥവാ പിന്നെ എങ്ങനെ മനസ്സിലാകും അവിടെ അത് ഉണ്ടാകും എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ എന്നാണ്. അഥവാ ഇലക്ട്രോണിന്റെ സഞ്ചാര പദത്തിലാണെങ്കിലും അതല്ലെങ്കിൽ പ്രോട്ടോണും ആന്റി കോർക്കും തമ്മിലുള്ള ബന്ധത്തിലാണെങ്കിലും അവിടെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനിത്ര സാധ്യതയുണ്ടെന്നല്ലാതെ ഉറപ്പായും ഉണ്ട് എന്ന് പറയാൻ സാധ്യമല്ല എന്നിടത്താണ്. അഥവാ സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാന കൺക്ലൂഷൻ ശരിയാണ്. അഥവാ ശാസ്ത്രലോകവും ഇന്നെത്തിയിരിക്കുന്നത് കേവലമായ വസ്തുതകളിലല്ല, മറിച്ച് വസ്തുതകൾക്കപ്പുറത്തെ ചിന്തകളിൽ മാത്രമാണ്. അഥവാ പദാർത്ഥ ലോകത്തെ കൃത്യമായി അറിയാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്നുള്ളൊരവസ്ഥയിലാണ്. അഥവാ ഒരു പ്രോബബിലിറ്റിയിലാണ്, വസ്തുത അല്ല സാധ്യതയിലാണ് എന്നാണ്. എന്നാൽ ദൈവത്തിന്റെ കാര്യത്തിൽ മതം വിശ്വസിക്കുന്ന കേവലമായ സാധ്യതയല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കേവല സാധ്യതയല്ല, ദൈവം ഉണ്ട് എന്നത് 101% വസ്തുതയാണ്. കാരണം നിങ്ങൾക്ക് ഏതൊരു ചെറുതും വലുതുമായ വസ്തുക്കളെയും എടുത്ത് പരിശോധിച്ചാൽ ഏതൊരു അഹങ്കാരമില്ലാത്ത മനുഷ്യനും കാണാൻ കഴിയുന്നൊരു സത്യമാണ് ഇതിന്റെ പിന്നിൽ ഒരു കൃത്യമായ ആസൂത്രകനുണ്ട് എന്നുള്ളത്. ചെറിയൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ എല്ലാവരും തേൻ കുടിച്ചിട്ടുള്ള ആളുകളാണ്. തേൻ ഉണ്ടാക്കുന്ന തേനീച്ചയെ കാണാത്തവരാരും ഉണ്ടാകില്ല. തേനീച്ച കൂടും കണ്ടിട്ടുണ്ടാകും, ഫോട്ടോയിലോ അല്ലെങ്കിൽ ശരിക്കോ. ഇപ്പോഴും കുട്ടികൾ തേനീച്ചക്കൂട് തെരഞ്ഞിട്ട് നമ്മളുടെ സ്കൂളിലെ കുട്ടികൾ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കാറുണ്ട്. അതിന്റെ ഇടക്കാലഘട്ടത്തിൽ പല കുട്ടികൾക്കും തേനീച്ചക്കൂട് അറിയാമായിരുന്നില്ല. കാരണം പ്രോജക്റ്റും ഇല്ല, ജീവിതവും ഇല്ല, ഒന്നുമില്ല, പാഠപുസ്തകവും ഒരുപാട് ആറാപ്പും മാത്രമായിരുന്നല്ലോ കുട്ടികളുടെ പഠനം എന്ന് പറഞ്ഞാൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തേനീച്ചക്കൂടൊന്ന് നോക്കാം. തേനീച്ചക്കൂട്ടിന്റെ ആകൃതി ഷഡ്ഭുജാകൃതിയാണ്. ഷഡ്ഭുജാകൃതി എന്ന് പറയുമ്പോൾ അതൊന്ന് അളന്നു നോക്കുക. അളന്നു നോക്കുമ്പോ പ്രാണിശാസ്ത്രജ്ഞന്മാർ അത്ഭുതത്തോടു കൂടി പറയുന്നു, 100 കണക്കിന് തേനീച്ച അറകളുണ്ടെങ്കിലും തേനറകളുണ്ടെങ്കിലും അതിലെ ഷഡ്ഭുജാകൃതിയിൽ ഒരു കോണളവിന് ഒരു ചെറിയ വ്യത്യാസം പോലും തേനീച്ചക്കൂട്ടിലില്ല. ഒരു കോണളവിന് ഒരു വ്യത്യാസം.
നമ്മളുടെ കുട്ടികളുടെ 10ാം ക്ലാസ് വരെ 1ാം ക്ലാസ് മുതൽ ഇപ്പാണെങ്കിൽ പ്രീ പ്രൈമറി മുതൽക്ക് 12 കൊല്ലം മാത്തമാറ്റിക്സ് പഠിച്ച കുട്ടികളോട് നമ്മൾ ഒരു ഷഡ്ഭുജം വരക്കാൻ പറഞ്ഞാൽ 6 ഭുജമുള്ള ഒരു സാധനം വരക്കാൻ പറഞ്ഞാൽ കുട്ടികൾ പറയും ഞങ്ങൾക്ക് സ്കെയിൽ വേണം, പ്രൊട്രാക്ടർ വേണം, കോണ് വേണം, കോമ്പസ് വേണം. എന്നിട്ടോ ഇതെല്ലാം കൊടുത്താൽ ഇതിന്റെ അളവെല്ലാം നോക്കിയിട്ട് ഒന്ന് വരക്കും, എന്നിട്ടൊരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ടൊന്ന് നീക്കിയിട്ട് അവിടെ ഒരു കുത്തിടും, എന്നിട്ട് അതിന്റെ ശേഷം ആ കുത്തിൽ കോമ്പസ് വെക്കും, കോമ്പസ് വെച്ചിട്ട് ഒരു ചാപ് അങ്ങോട്ട് വരക്കും, ഇവിടെ നിന്നിട്ട് ഒരു ചാപ് അങ്ങോട്ട് വരക്കും. ഇങ്ങനെയെല്ലാം കൂടി ഒരു ഷഡ്ഭുജം ഉണ്ടാക്കി കഴിഞ്ഞാലോ അതിന്റെ കോൺ അവിടെയും ഇവിടെയും കുറെ തെറ്റുണ്ടാവും. അല്ല നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇങ്ങനെയൊന്നുമില്ലാതെ, ഒരു പാഠവുമില്ലാതെ, ഒരു പഠനവുമില്ലാതെ, ഒരാളും പഠിപ്പിച്ചു കൊടുക്കാതെ തലച്ചോറ് എന്നൊരു സാധനം ഉണ്ടോ എന്ന് സംശയം തോന്നിക്കുമാർ അത്രയും സൂക്ഷ്മമായ ഒരു തലച്ചോറ് മാത്രമുള്ള തേനീച്ച വളരെ കൃത്യമായി ആരും പ്രൊട്രാക്ടറോ കോണോ കോമ്പസോ സ്കെയിലോ കൊടുക്കാതെ, ഒരു ടീച്ചറും പഠിപ്പിക്കാതെ, ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും പോകാതെ കൃത്യമായി ഇതുണ്ടാക്കുന്നു. ആര് പഠിപ്പിച്ചു അതിന്? നമ്മൾ പറയും വളരെ എളുപ്പത്തിലുള്ള ഉത്തരം, ജീവശാസ്ത്രജ്ഞന്റെ ഉത്തരം അതിന്റെ ജനിതക കോഡുകളിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രശ്നം ആരാണ് ഇത്ര കൃത്യമായി രേഖപ്പെടുത്തിയത്? വലിയ തേനീച്ചയാണോ, അമ്മമ്മ തേനീച്ചയാണോ ഒന്ന് രേഖപ്പെടുത്താം എന്ന് വിചാരിച്ച് രേഖപ്പെടുത്തിയത്? ആര് രേഖപ്പെടുത്തി? പരിണാമത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ആ ജീവിക്കിങ്ങനെ വന്നു ഭവിച്ച ഒരു പ്രത്യേകമായ അനുകൂലനം. ഇത് ഒരു ഭൂതകഥയെ പോലെ തോന്നുന്നുണ്ട്. എന്താ ഒരു അനുകൂലനം വഴി ഇത്രയും കൃത്യമായി, വളരെ കൃത്യമായുള്ള സംഭവം ഉണ്ടാവുക ഒരു ജീവിയിലല്ല. ഏതൊക്കെ ജീവിക്ക് വേണോ ആ ജീവിയിലല്ല. ഖുർആൻ ചോദിച്ചല്ലോ, ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടി ഇസ്രായേൽ തറവാട്ടിലേക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ അവർ അന്നത്തെ ഏകഛത്രാധിപതിയായി ഞാനാണ് ദൈവമെന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഏകഛത്രാധിപതിയായിരുന്ന ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് നീയല്ല ആരാധ്യൻ, മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന തമ്പുരാനാണ് ആരാധ്യൻ എന്ന് പറഞ്ഞു പഠിപ്പിച്ചപ്പോ അയാൾ ചോദിച്ചു, നീ പറയുന്ന ആരാധ്യൻ ആരടാ? നീ പറയുന്ന റബ്ബ്, ഈ നാഥൻ ആരാണ്? മൂസയോട് ചോദ്യം, നിങ്ങൾ പറയുന്ന റബ്ബ് ആരാണ്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയുണ്ട്. പരിശുദ്ധ ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്തു താഹയിൽ 50-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എത്ര കൃത്യമാണ് ആ വചനം നോക്കുക നിങ്ങൾ. ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? ഓരോ ജീവിയെയും അതിന്റെ പ്രകൃതത്തിൽ സൃഷ്ടിക്കുകയും അവക്കാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവൻ. എല്ലാറ്റിനും മാർഗദർശനമുണ്ട്. എല്ലാറ്റിനും ഏത് ജീവിക്കെടുത്തോ നമ്മളിങ്ങനെ വീട്ടിൽ പോകുമ്പോ ഇങ്ങനെ വരിവരിയായി പോകുന്ന ഉറുമ്പിനെ കാണാം. ഉറുമ്പ് എങ്ങനെ വരിവരിയായി പോണത്, ആ വരിവരിയായി പോകുന്നത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ ഉറുമ്പിന്റെ കോളനി പോയാൽ ആ ഉറുമ്പ് കോളനിക്ക് ഒരു വളരെ രസകരമായ, വളരെ അത്ഭുതകരമായ ഒരു വിനിമയ സമ്പ്രദായമുണ്ട്, ആശയവിനിമയ സമ്പ്രദായം. ഇന്ന് നമ്മൾ പറയാ അതിന് ഫെറോമോണുകൾ എന്നാണ്. ഫെറോമോണുകൾ ഉപയോഗിച്ച്, കെമിക്കൽസ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്ന ഏർപ്പാട്. ഇപ്പോഴും നമ്മൾ ഇപ്പോഴും എത്തിയിട്ടില്ല അവിടെ. കെമിക്കൽസ് ഉപയോഗിച്ചിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു ഏർപ്പാട് ഇന്ന് നമ്മൾ എത്തിയിട്ടില്ല. എങ്ങനെ ഒരു ജീവി, ഒരു ഉറുമ്പ് പോയിട്ട് ഒരു ഭക്ഷണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഉറുമ്പ് അങ്ങോട്ട് പോയി ഒരു ഫെറോമോൺ പുറപ്പെടുവിച്ചാൽ മറ്റേ ഉറുമ്പിന് മനസ്സിലായി എത്ര ദൂരെയാണ്, ഏത് ദിശയിലൂടെ പോയാലാണ്, എത്ര കൃത്യമായിട്ട് പോയാലാണ് അവിടെ എത്തുക, അവിടെ എന്തൊക്കെയുണ്ട്, എത്ര ഉറുമ്പ് പോകണം ആ സാധനം കൊണ്ടുവരണമെങ്കിൽ എന്നെല്ലാം ഉറുമ്പിന്റെ കൂടിന് മനസ്സിലായി. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ എണ്ണം ഉറുമ്പുകൾ പുറപ്പെടുന്നു, സ്ഥലത്തെത്തുന്നു, ചെയ്യേണ്ട കാര്യം ചെയ്യുന്നു, ഭാരം എടുത്ത് കൊണ്ടുവന്നിട്ട് വളരെ കൃത്യമായി എത്തിക്കുന്നു. ഈ ഫെറോമോൺ സന്ദേശം കൊടുക്കാൻ ആര് പഠിപ്പിച്ചു ഉറുമ്പിനെ? ആര് പഠിപ്പിച്ചു? വളരെ സങ്കീർണമായ രാസസംയുക്തങ്ങളുടെ സഹായത്താൽ ഇത്ര കൃത്യമായ അറിവ് നൽകുന്ന ഏർപ്പാട് ആര് പഠിപ്പിച്ചു? അവിടെയാണ് റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സൃഷ്ടാവായ തമ്പുരാൻ എന്ന ഉത്തരം. അത് അംഗീകരിക്കുക. അത് കേവല വിശ്വാസം, പ്രോബബിലിറ്റി അല്ലത്.
അത് വസ്തുത 100% സത്യം, അല്ലെങ്കിൽ സകല ശാസ്ത്ര തത്വങ്ങളും തെറ്റ്. എന്റെ കാര്യം ശാസ്ത്ര തത്വങ്ങൾക്ക് അടിത്തറ എന്താ? നിയമമുണ്ട് എന്നതാണ്. നിയമമുണ്ടെങ്കിൽ ഒരു നിയാമകൻ ഉണ്ടായേ പറ്റൂ. ആ നിയാമകനില്ലെങ്കിൽ ശാസ്ത്ര തത്വങ്ങളെല്ലാം അടിസ്ഥാനരഹിതം എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്സിസം അവിടെ ആട്ടുതൊട്ടിയിലാകുന്നു, അല്ലെങ്കിൽ ഭൗതികവാദം ഇങ്ങനെ പ്രയാസപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് ഇസ്ലാമുമായി യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ വിശ്വാസങ്ങൾ 100% സത്യമാണ്, 100% വസ്തുതയാണ്, ഒരിക്കലും തെറ്റുപറ്റാത്ത യാഥാർത്ഥ്യമാണ്. അതിന്റെ പൂർണ്ണതക്കാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ ഒന്ന് പരിശോധിച്ച് നോക്കുക, നിങ്ങൾക്കത് അംഗീകരിക്കാതിരിക്കാൻ സാധ്യമല്ല. അവിടെ പറഞ്ഞ ദൈവമില്ല എന്നുള്ളതിലല്ല പറഞ്ഞത്. ദൈവമില്ല എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് ദൈവത്തെ കുറിച്ച് അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ മതത്തെ കുറിച്ച് പറയാൻ വേണ്ടി ഇവിടെ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നു ഞാൻ പറഞ്ഞുള്ളൂ. അതായത് അതേപോലെ തന്നെ ആ കൺസെപ്റ്റ് വന്നിരിക്കുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയ കൺസെപ്റ്റാണ്. അതേമാതിരി മാർക്സിസവും മനുഷ്യന്മാരുണ്ടാക്കിയുള്ള കൺസെപ്റ്റാണ്. അപ്പൊ അത് കൈകോർക്കില്ലേ എന്ന് ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പിന്നെ മാർക്സിസം നിലനിൽക്കുന്നത് മൂലധനത്തിൽ അടിസ്ഥാനമാണെന്ന് പറഞ്ഞു. അപ്പൊ മൂലധനത്തിൽ അടിസ്ഥാനമാകുമ്പോൾ അവിടെ ഒരു എക്കണോമിക്കൽ ബാലൻസ് നിലനിർത്തുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക അനിശ്ചിതത്വ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാർക്സിസത്തിൽ മൂലധനം എന്ന കൺസെപ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇസ്ലാമികപരമായിട്ട് നമ്മൾ പറയുന്നു, പിന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു. സക്കാത്ത് കൊടുക്കുമ്പോൾ അവിടെയും എക്കണോമിക്കൽ ബാലൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? സക്കാത്ത് കൊടുക്കുന്നത്. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ശേഷം ആ നാട്ടിൽ എന്തുണ്ടാവുന്നില്ല? ആ എക്കണോമിക്കൽ ബാലൻസ് നിലനിൽക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ അവിടെ എന്തില്ല? മൂലധനം എന്നൊരു കൺസെപ്റ്റ് അവിടെയും വരുന്നില്ല എന്ന് പറയും. അപ്പൊ അവിടെ എന്ത് പറയാം? മതവും മാർക്സിസവും കൈകോർക്കും വേണമെങ്കിൽ പറയും. അതാ ഞാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ ആ ഒരു ചോദ്യം, അവിടെ മതവും പിന്നെ മാർക്സിസവും കൈകോർക്കില്ലേ? അല്ലെങ്കിൽ മൂലധനം എന്ന കൺസെപ്റ്റ് ഇല്ല ഏതില്? മാർക്സിസത്തില്. അതേമാതിരി തന്നെ ഇസ്ലാമിലും മൂലധനം എന്ന കൺസെപ്റ്റ് ഇല്ല. അപ്പൊ ഇവിടെ അവിടെ ഒരു സിമിലാരിറ്റി അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇസ്ലാമിലും മാർക്സിസത്തിലും ഇല്ലാതെയാകുന്നത് ഇതേപോലെ. രണ്ടാമത്തെ കാര്യം മൂലധനമാണെന്നാണ് സുഹൃത്തിന്റെ മറ്റൊരു നിരീക്ഷണം. സത്യത്തിൽ ഇതും അബദ്ധമാണ്. എന്താന്ന് വെച്ചാൽ ഇസ്ലാമിൽ മൂലധനമുണ്ട്, എന്നും മൂലധനമുണ്ടാവുകയും ചെയ്യും. മൂലധനം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലാണ്, സ്വകാര്യ സ്വത്താണ്. ഓരോരുത്തർക്കും സ്വത്ത് സമ്പാദിക്കുവാനുള്ള അവകാശം ഇസ്ലാമിക സമൂഹത്തിലുണ്ട്. ആ അവകാശം നിലനിൽക്കുന്നത് കൊണ്ടാണ് സ്വത്ത് സമ്പാദിച്ച വ്യക്തി നിശ്ചിത ശതമാനം പാവപ്പെട്ടവന്റെ അവകാശമായി കരുതി അയാൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന നിയമമുണ്ടാകുന്നത്. ഇവിടെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ ഇസ്ലാമിക നിയമം നിലനിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ സമൂഹം സംരക്ഷിതമാകുമെന്നത് ശരി. അവിടെ കമ്മ്യൂണിസവും ഇസ്ലാമും ഒരേ തലത്തിൽ നിൽക്കല്ല. കമ്മ്യൂണിസ്റ്റ് ദർശനം 100% നടപ്പാക്കപ്പെട്ടാലും സമൂഹം ഒരിക്കലും സംരക്ഷിതമാവില്ല. എന്റെ മൂലധനം പൂർണ്ണമായും സ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലായി കഴിഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവൃത്തി ചെയ്യണമെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാകണം. മനുഷ്യന് പ്രവർത്തനം നടത്തണമെങ്കിൽ പ്രചോദനമുണ്ടാകണം. പ്രചോദനത്തിന്റെ അടിത്തറ എന്താണ്? ഞാനും എന്റെ കുടുംബവും എന്റേതും എന്ന സങ്കല്പം തന്നെയാണ്. അതില്ലെങ്കിൽ മനുഷ്യന് പ്രചോദനം ഉണ്ടാകില്ല. അധ്വാനിക്കുന്നതിന്റെ പിന്നിൽ കേവലം റൊട്ടി മാത്രമല്ലയുള്ളത്. റൊട്ടി വേണം, എന്റെ മാത്രമല്ല എന്റെ കുട്ടികളുടെ റൊട്ടി വേണം, എന്റെ കുട്ടികളുടെ റൊട്ടി മാത്രമല്ല എനിക്കുള്ള അംഗീകാരം വേണം, എനിക്ക് സമൂഹത്തിൽ സ്ഥാനം വേണം. ഇതെല്ലാം മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ മൂലധനം ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ സമൂഹത്തിലെ പുരോഗതി ഉണ്ടാവില്ല, സമൂഹം തകർന്നു പോകും. അതാണ് കമ്മ്യൂണിസ്റ്റ് നാടുകളിൽ സംഭവിച്ചത്. മൂലധനം ഇല്ലാതെയായി കഴിഞ്ഞാൽ, സ്വകാര്യ സ്വത്ത് ഇല്ലാതെയായി കഴിഞ്ഞാൽ സമൂഹത്തിൽ വളർച്ചയുണ്ടാവില്ല, പ്രവൃത്തി ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ പുരോഗതി തകരപ്പെടും. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ തിരിച്ചുപോയത്. ഇന്ന് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ുകൊണ്ട് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടത് അമേരിക്കയോട് മത്സരിക്കുന്നത് കൊണ്ടാണ്. അമേരിക്കയോട് എങ്ങനെയാണ് അവർ മത്സരിക്കുന്നത്? അമേരിക്കയേക്കാൾ വലിയ മുതലാളിത്തം കളിച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത്. എല്ലാ ലോകത്ത് അവര് സ്വകാര്യ സ്വത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, സ്വകാര്യ സ്വത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ
ക്യാപിറ്റൽ അവിടെ നിലനിർത്തിക്കൊണ്ടാണ് അവർ രാജ്യ പുരോഗതി നടപ്പാക്കുന്നത്. അങ്ങനെയാണ് ചൈന അമേരിക്കയോട് മത്സരിക്കുന്നത്, ലോകത്തെ മറ്റ് രാജ്യങ്ങളോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ സംഭവിച്ചത് എന്താ? സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിച്ചത്. 70 കൊല്ലം കഴിഞ്ഞപ്പോ ആ രാജ്യത്തെ ജനങ്ങളെല്ലാം കൂടി കിട്ടിയ ഒരു ശ്വാസത്തിന് വായു കിട്ടിയപ്പോ ഇതെല്ലാം കൂടി പൊട്ടിച്ചങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചിട്ട് എല്ലാ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർക്കും ഒരു നിമിഷത്തിൽ തന്നെ വിട പറഞ്ഞ് ശക്തമായി അവർ തിരിച്ചു വന്നു. എന്താ ഒരു ലോകത്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിച്ച് നോക്കുക. 70 കൊല്ലം ഒരു ദർശനം ഭരിച്ചിട്ട് അവിടെ ആ പാർട്ടി പോലും നാമാവശേഷമായ അവസ്ഥാവിശേഷം ഉണ്ടായത്. ഇന്ന് പേരിനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് ഒഴിച്ചു ചേർത്തിയാൽ അവിടെ ബഹുഭൂരിപക്ഷം പോയിട്ട് ന്യൂനപക്ഷം പോലുമില്ലാത്ത ഒരു ചെറിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം. എന്തേ കാര്യം? സ്വകാര്യ സ്വത്തിന്റെ നിർമൂലനത്തിന് വേണ്ടി അവർ സ്വീകരിച്ച മാർഗങ്ങളെല്ലാം മനുഷ്യത്വ വിരുദ്ധമായിരുന്നു. മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യ ചോദനകളെയും ഇല്ലാതെയാക്കുന്നതാണത്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ചെയ്യുന്നത് എന്താ? സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുകയേ അല്ല. ഒരാൾക്ക് എത്രയും അധ്വാനിക്കാം, എത്രയും പണം ഉണ്ടാക്കാം, എത്രയും എത്രയും ലോകം മുഴുവനും ഒരാൾക്ക് സമ്പാദിക്കാൻ കഴിയുമോ അയാൾ സമ്പാദിച്ചോട്ടെ, പക്ഷേ നിയതമായ മാർഗത്തിലാകണം. ഒരിക്കലും അധർമ്മത്തിന്റെ മാർഗം ഉപയോഗിച്ചൂടാ. എത്ര വലിയ സമ്പത്തുണ്ടോ അതിന്റെ നിശ്ചിത ശതമാനം അയാൾ പാവപ്പെട്ടവരുടെ അവകാശമായി കരുതി കൃത്യമായി നിർബന്ധമായും കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിയമം മനുഷ്യർക്ക് പ്രചോദനം ഉണ്ടാക്കും, അതോടൊപ്പം സമ്പത്തിനെ കുറിച്ച് അഹങ്കാരം തകർക്കും, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യും. ഇതാണ് ഇസ്ലാം പറയുന്നത്. അതൊരിക്കലും കൈകോർക്കുകയല്ല, ഒന്നിന് നേരെ എതിരാണ് മറ്റേത് എന്നുള്ളതാണ് സത്യം. എന്റെ പേര് ഡോക്ടർ സലാം. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കായിക വിഭാഗം അധ്യാപകനാണ്. എന്റെ ചോദ്യം, ഈ മാർക്സിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ് കാർൽ മാർക്സിന്റെ പ്രസിദ്ധമായ ഒരു വാക്യം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെങ്കിൽ. എന്നാൽ ഈ വാക്യത്തിന്റെ തൊട്ടു മുമ്പ് തന്നെ മാർക്സ് പറഞ്ഞ 1-2 പരാമർശങ്ങളുണ്ട്. മതം എന്ന് പറയുന്നത് ഹൃദയമില്ലാത്തവന്റെ ഹൃദയമാണ്, ഹേർട്ട് ഓഫ് ദ ഹെഡ്ലെസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് നല്ല പരാമർശങ്ങൾ. മതത്തെക്കുറിച്ചുള്ള ഒരുപാട് നല്ല പരാമർശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നത് മതത്തിന്റെ മാസ്മരികത മാത്രം വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് എന്നതുകൊണ്ട് തന്നെ ഈ സ്വന്തം ആവശ്യത്തിനു വേണ്ടി മാർക്സിന്റെ ഈ വാക്യത്തെ ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മാർക്സ് മതത്തിന്റെ നല്ല വശങ്ങളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞതിന് സ്വന്തം ആവശ്യത്തിനു വേണ്ടി ദുരുപയോഗപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. മാർക്സ് മതത്തിന്റെ നല്ല വശങ്ങളും പറഞ്ഞിട്ടില്ലേ എന്നാണ് ചോദ്യം. മാർക്സിന്റെ മതപരമായ വീക്ഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ മൊത്തത്തിൽ, മാർക്സിന്റെ ലേഖനങ്ങൾ മൊത്തത്തിൽ തന്നെ മതത്തെപ്പറ്റി ഓൺ റിലീജിയൻ എന്ന പേരിൽ കമ്പൈൽ ചെയ്തിട്ട് സോവിയറ്റ് റഷ്യ നിലനിന്നിരുന്ന സമയത്ത് പ്രോഗ്രസ് പബ്ലിഷേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ മതത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെല്ലാം വ്യക്തമാണ്. അദ്ദേഹം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷകൾ നൽകുന്ന പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവപ്പെട്ടവന്റെ ആശാകേന്ദ്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ത് എന്നുള്ളിടത്താണ് നമ്മുടെ പ്രശ്നം. ഒരു പദപ്രയോഗത്തിലല്ല. ലക്ഷ്യം മതമില്ലാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാക്കുക എന്നത് തന്നെയാണ്. മാർക്സ് സ്വയം തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാനൊരു ഫോയർ ബാക്കിയനാണ് എന്നാണ്. ഫോയർ ബാക്ക് എന്ന് പറഞ്ഞാൽ മാർക്സിന്റെ മുൻഗാമിയായി കടന്നുവന്ന ഒരു ശുദ്ധ ഭൗതികവാദിയാണ്. മാർക്സിന്റെ ഡോക്ടറേറ്റ് തിസീസ് ഡോക്ടർ കാൾ മാർക്സ് ആണ്, പക്ഷേ ആരും ഡോക്ടർ കാൾ മാർക്സ് എന്ന് പറയാറില്ല. അപ്പൊ ഡോക്ടറേറ്റ് തിസീസ് തന്നെ ഫോയർ ബാക്കിന്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു. ഫോയർ ബാക്കിയനായ മാർക്സ് മതത്തെ കണ്ടത് സമൂഹത്തിലെ നന്മകൾക്ക് മുന്നിൽ കരിമ്പടവുമായി കടന്നുവരുന്ന ഒരു ദർശനം എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. അതിന് മാർക്സ് പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്നത് എങ്ങനെ? മയക്കുന്നത് പരലോകം കാണിച്ചിട്ടാണ് എന്നാണ്. പ്രയാസപ്പെടുന്ന മനുഷ്യർ, പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യർ സ്വാഭാവികമായും വിപ്ലവത്തിന് വേണ്ടി ദാഹിക്കും. അങ്ങനെ വിപ്ലവത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളെ പരലോകം കാണിച്ച് മയക്കിക്കിടത്തുകയാണ് മതം ചെയ്യുന്നത്.
പരലോകമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ വിപ്ലവം നടത്തണ്ട, നിങ്ങൾ ഇപ്പൊ ഇവിടെ പ്രയാസപ്പെട്ടാൽ അവിടെ കിട്ടിക്കോളും എന്ന് പറഞ്ഞിട്ട് മയക്കിക്കിടത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മയക്കത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തണമെങ്കിൽ മതത്തിനെതിരെയുള്ള സമരം അനിവാര്യമാണ് എന്ന് തന്നെയാണ് മാർക്സ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മാർക്സിന്റെ വേണ്ടല്ലോ, മാർക്സിന്റെ സിദ്ധാന്തം തത്വശാസ്ത്രം എന്തിനാണ്? നമുക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ, കൂടുതൽ അങ്ങോട്ടെല്ലാം പോണെന്തിനാ? EMS നമ്പൂതിരിപ്പാടിന്റെ സാംസ്കാരിക വിപ്ലവം മതം മാർക്സിസം എന്ന പുസ്തകമുണ്ട്, പിന്നെ ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ച്. അത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു മതവിശ്വാസി ഒരു മാർക്സിസ്റ്റുകാരൻ നിരീശ്വരവാദിയാകണം, അഥവാ മതത്തിന്റെ ശത്രു. ഇത് പറയുന്നത് EMS ആണ്. എന്താ അതിന്റെ അർത്ഥം? വളരെ വ്യക്തമാണ്. മാർക്സിസത്തെ അത് നമ്മൾ അവരെ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, അതിൽ ആത്മാർത്ഥത കൊണ്ട് അവർ പറഞ്ഞതാ, അതല്ലാതെ അവര് വേറെ എന്തെങ്കിലും ഉദ്ദേശം വെച്ച് പറഞ്ഞതല്ല. ഒരു ദർശനത്തെ നമ്മൾ സമീപിക്കുന്നത് ആത്മാർത്ഥമായിട്ടാകണം. ഞാനിപ്പോ പറഞ്ഞല്ലോ, ഇസ്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥമായി ഞാൻ പറയുന്നു 100% സത്യമാണ്. അതെന്താ കാര്യം? ആ ഇസ്ലാം ഒരു 99% ഇല്ല, ഞാൻ സമ്മതിക്കില്ല. 100% ഇസ്ലാം സത്യമാണ്. 100% നിങ്ങൾ 99% വാദത്തിന് വേണ്ടി 1% തെറ്റിയെന്ന് സമ്മതിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല, 100% ഇസ്ലാം സത്യമാണ്. 1% ഇസ്ലാം സത്യമല്ല എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് ഞാൻ പറയും. എന്തേ കാര്യം? അത് സത്യമാണെന്നുള്ള ബോധ്യം കൊണ്ടാണ്, അതിനുള്ള സത്യസന്ധത കൊണ്ടാണ്, അതിനുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. കാൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിശ്വസിച്ചത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ചരിത്രപരമായ ഭൗതികവാദവും അതേപോലെ മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രവും ശരിയാണെന്നാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ലോകത്തെ നോക്കിയപ്പോ ലോകത്തെ ചൂഷണങ്ങളിൽ നിന്ന് മുക്തമാക്കുവാൻ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു സാധനം മതമാണ്. മാത്രമല്ല, ദൈവമില്ലെങ്കിൽ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ പ്രകാരം ദൈവമല്ല, പിന്നെ എന്തിനാ മതം? മാർക്സിയൻ എക്കോണമി പ്രകാരം ഇവിടെയാണ് സ്വർഗം സ്ഥാപിക്കേണ്ടത്, പിന്നെ എന്ത് പരലോകം? അവിടെയാണ് മാർക്സ് മതവിരുദ്ധനായി തീരുന്നത്. അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികതയുടെ സ്വാഭാവികതയാണത്. അതല്ലാതെ അദ്ദേഹം അങ്ങനെ ചില യുക്തിവാദികളെ മാതിരി ചില കേവല യുക്തിവാദികളുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോ മതവിശ്വാസിയും പുറത്തു വരുമ്പോ മതവിരോധിയല്ലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. ആ രൂപത്തിലാണ് മാർക്സും എംഗൽസും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരെന്ന് ഞാൻ പറയില്ല. അവർ ആത്മാർത്ഥമായി മതം ലോകത്തില്ലായ്മ ചെയ്യേണ്ടത് സമൂഹത്തിന്റെ നന്മക്ക് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തവരാണ്. അവർ ആ വിഷയത്തിൽ ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനവർ പരിശ്രമിച്ചു. പക്ഷേ അവർക്ക് സംഭവിച്ചു തെറ്റ്. അത് അവരുടെ തെറ്റല്ല, മനുഷ്യരുടെ തെറ്റാണ്. ഈ തലച്ചോറിന് നന്മതിന്മകളെ തിരിച്ചറിയാൻ കഴിയില്ല. അതിന് പുറത്തു നിന്നുള്ള ഒരു വെളിപാടുണ്ടായേ തീരൂ. അത് എന്നെ അറിയാവുന്ന, മനുഷ്യരെ അറിയാവുന്ന പടച്ചതമ്പുരാന്റെ വെളിപാട്. ആ വെളിപാട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഇസ്ലാം 100% സത്യമാണെന്നുള്ളത്. അതല്ലാതെ ഞാനുണ്ടാക്കിയ, മുഹമ്മദ് നബി ഉണ്ടാക്കിയ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരാളുണ്ടാക്കിയ ഒരു തത്വശാസ്ത്രമായിരുന്നു ഇസ്ലാമെങ്കിൽ ഞാൻ പറയുമായിരുന്നു അതിൽ ഒരു ചെറിയ ശതമാനം തെറ്റാൻ സാധ്യതയുണ്ടെന്ന്. ഇസ്ലാം 100% സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റേതാണ്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റുകളില്ല എന്നുള്ളത് സത്യം. ഒരു പരിപാടി കൂടിയുണ്ട്. ഇപ്പോ ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഇന്ന് ഇന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി ഇടതുപക്ഷ പാർട്ടികളാണ് അല്പമെങ്കിലും ശ്രമിക്കുന്നത് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുറച്ചെങ്കിലും ഈ വശത്ത് നിന്ന് ചിന്തിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികളായതുകൊണ്ട് അവർ പ്രയോഗവൽക്കരണത്തിലെങ്കിലും ഇസ്ലാമുമായി അല്പമെങ്കിലും ഒരു താതാത്മ്യം അല്ലെങ്കിൽ ഒരു സാമ്യത പ്രകടിപ്പിക്കുന്നില്ലേ എന്നുള്ളത് വർത്തമാനകാല യാഥാർത്ഥ്യമല്ലേ? സലാം സാർ ഇന്ന് സാധാരണയായിട്ട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്ന ആളാണ്. പക്ഷേ ഏതായിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് ഇന്ത്യയുടെ സാഹചര്യത്തിൽ അല്പമെങ്കിലും നന്മയുള്ളത് എന്നൊരാൾക്ക് തോന്നിപ്പോയാൽ അതിന് അയാളെ കുറ്റം പറയുന്നതിലൊരർത്ഥമില്ല. അത് അയാളുടെ വീക്ഷണമാണ്. മറ്റു പാർട്ടികളുടെ തകരാറുകളും മറ്റു പാർട്ടികളുടെ കൊള്ളരുതായ്മകളുമെല്ലാം ആ വീക്ഷണങ്ങൾക്ക് നിമിത്തമായേക്കാം. പക്ഷേ അത് ഇടതുപക്ഷ പാർട്ടികളുടെ അടിസ്ഥാന ആദർശത്തെ അംഗീകരിക്കുന്നതിലേക്കും ആ പാർട്ടികളെ ദാർശനികമായി അംഗീകരിക്കുന്നതിലേക്കും ഒരാളെ നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മനുഷ്യർ ആത്മാർത്ഥതയിൽ നിന്ന് പോയിട്ട് കാപട്യങ്ങളിൽ അഭിരമിക്കുന്നു എന്നാണ്. നമ്മൾ ആത്മാർത്ഥതയുള്ളവരായി തീരുക. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടും അല്ലാത്തവരോടുമെല്ലാം പറയാനുള്ളത് അതാണ്. മതവിശ്വാസിയാണെങ്കിൽ ആത്മാർത്ഥമായി മതവിശ്വാസിയാവുക. അവിടെ ആ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ് നന്മ ചെയ്തത്, അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ഓഫീസിൽ പോയിട്ട് എനിക്ക് മഗ്‌രിബ് നിസ്കരിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല.
അവിടെ കമ്മ്യൂണിസ്റ്റുകാരൻ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ നമുക്ക് അനുഭവിക്കാം. അതിന് ആ നന്മക്ക് പ്രത്യുപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. ഇത് വോട്ട് രാഷ്ട്രീയമോ അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ അല്ല ഞാൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള വിഷയമല്ല ഞാൻ സംസാരിക്കുന്നത്. മറിച്ച് ഇവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ദർശനം എന്നുള്ള നിലക്ക്, ഒരു തത്വശാസ്ത്രം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസം സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അത് അവർക്ക് എത്ര നന്മയുണ്ടെങ്കിലും, ലോകത്ത് മുഴുവനും നന്മകൾ മുഴുവനും അവരുടെ പക്ഷത്താണെങ്കിലും, മാർക്സിയൻ സിദ്ധാന്തമാണ് അവരുടെ സിദ്ധാന്തമെങ്കിൽ, മാർക്സും എംഗൽസും പഠിപ്പിച്ച തത്വശാസ്ത്രമാണ് അവരുടെ തത്വശാസ്ത്രമെങ്കിൽ, ആ തത്വശാസ്ത്രത്തോടൊപ്പം നിൽക്കാൻ മറ്റു നന്മകൾ ഒന്നും പര്യാപ്തമാക്കുന്നില്ല. ഞാൻ ഉദാഹരണം പറയട്ടെ. ചിലർ പറയാറുണ്ട്, സത്യസായിബാബ എത്രയെത്ര നന്മകൾ ചെയ്യുന്നു. അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ഒരുപാട് എടുത്തു പറയാറുണ്ട്. ഒരുപാട് നന്മകൾ ഉണ്ടാകാം, എനിക്കറിയില്ല. തിന്മകളോ നന്മകളോ എന്ത്, അത് നമ്മുടെ വിഷയവുമല്ല. പക്ഷേ അദ്ദേഹം ഞാൻ ദൈവമാണ് എന്ന് വാദിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ തത്വശാസ്ത്രവും നിലനിൽക്കുന്നത്. സായിബാബ ആശുപത്രി നടത്തുന്നുണ്ട്, സായിബാബ ഹൃദ്രോഗികളെ ചികിത്സിക്കുന്നുണ്ട്, അതിന് സഹായം നൽകുന്നുണ്ട്, ആ നന്മകളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ സായി ഭക്തനാകുന്നതിൽ എന്താണ് വിരോധം? പ്രത്യേകിച്ചും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊന്നും തന്നെ അത്തരം നന്മകളൊന്നും ചെയ്യുന്നത് ഞാൻ കാണുന്നുമില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളോട് ഞാൻ പറയും, തീർച്ചയായും സായിബാബ ചെയ്യുന്ന നന്മകൾ അതൊരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് അംഗീകരിക്കാം. ചിലപ്പോൾ അതിന് പിന്നിലുള്ള ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാൽ ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കാം. എന്നാൽ ആ അംഗീകാരവും തിരസ്കാരവും ഒന്നും അദ്ദേഹത്തിന്റെ ദർശനം, അദ്ദേഹം പറയുന്ന സ്വയം ദൈവവാദം അംഗീകരിക്കുന്നതിലേക്കോ തിരസ്കരിക്കുന്നതിലേക്കോ എന്നെ നയിക്കാൻ പാടില്ല. മറിച്ച് അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിച്ചിട്ട് അത് തെറ്റെങ്കിൽ തിരസ്കരിക്കാനും ശരിയെങ്കിൽ സ്വീകരിക്കാനുമാണ് സന്നദ്ധമാകേണ്ടത്. കമ്മ്യൂണിസവും തദൈവ. കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന നന്മകൾ തീർച്ചയായും അംഗീകരിക്കപ്പെടേണ്ട നന്മകൾ ചെയ്യുന്നവരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ചെയ്ത പല നന്മകളും ഉണ്ടാകാം. പക്ഷേ അതവരുടെ ദർശനം സ്വീകരിക്കുവാൻ അത് നിമിത്തമാകുക പാടില്ല എന്നതാണ് യാഥാർത്ഥ്യം. സലാം സാറിന് തന്നെ അറിയാം, ബാക്കിയുള്ളവർക്കും കൂടി അറിയിക്കാൻ വേണ്ടി അദ്ദേഹം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നും കൂടി ഞാൻ പറയാം. എന്റെ പേര് നിതീഷ്, ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്, ബിരുദ വിദ്യാർത്ഥിയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഇപ്പം സ്റ്റാലിൻ സോവിയറ്റ് റഷ്യയിലെ കൊന്നൊടുക്കിയ 2 കോടിയോളം മനുഷ്യജന്മങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മതങ്ങൾ കാലാകാലങ്ങളായിട്ട് ഇവിടെ കൊന്നൊടുക്കിയ, യുദ്ധങ്ങളുടെ പേരിൽ കൊന്നൊടുക്കിയ മനുഷ്യജന്മങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ട്, ദർശനങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം ഒരു സ്ട്രാറ്റജി ആയിട്ട് എല്ലാ ദാർശനികരും പിന്താങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നുവെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യം. നേരത്തെ എന്റെ സുഹൃത്ത് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുടെ ഒരു ചങ്ങലയായതുകൊണ്ട് തന്നെ നിതീഷിന്റെ ചോദ്യങ്ങൾ അതിൽ ഉത്തരം പറയാൻ വിട്ടുപോയൊരു കാര്യമാണിത്. തീർച്ചയായും മതങ്ങളുടെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ദേശീയതയുടെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. മാർക്സിസത്തിന്റെ പേരിലും സോഷ്യലിസത്തിന്റെ പേരിലും എല്ലാം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നിതീഷ് നിതീഷ് ഒരിക്കലും മതങ്ങളുടെ പേരിൽ പറഞ്ഞത് ആരും പറയണില്ല എന്ന് പറയരുത്. അതാ പറയുന്നുള്ളൂ ഇവിടെ, അല്ലേ? ലോകത്ത് പറയപ്പെടുന്നത് അതേ ഉള്ളൂ. മതങ്ങളാകെ കലാപമാണ്, പ്രശ്നമാണ്, കൊലപാതകമാണ്, ഭീകരതയാണെന്നാ പറയുന്നുള്ളൂ. മറ്റൊന്നും ആരും അറിയണേയില്ല. സ്റ്റാലിന്റെ ഒപ്പം ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും പലരും ഈ സാഹസിലുള്ള ആളുകൾ തന്നെ അറിയാ 2 കോടി മനുഷ്യരെ കൊന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. സത്യത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആര്, എന്ത് എന്നതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, മതത്തിന്റെ പേരിൽ, സോഷ്യലിസത്തിന്റെ പേരിൽ, ധർമ്മത്തിന്റെ പേരിൽ എല്ലാം കൊലകൾ നടന്നിട്ടുണ്ട്. അതൊന്നും ശരിയല്ല, ഒന്നും ശരിയല്ല. ദൈവിക മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പോകാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ എന്റെ നിതീഷ് വളരെ ആനുഷംഗികമായി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, തങ്ങളുടെ ആദർശ പ്രബോധനത്തിന്, ആദർശത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി യുദ്ധം ചെയ്യാമെന്ന് പല ദർശനങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല.
ഇസ്ലാം ആദർശത്തെ മനസ്സിലാക്കുന്നത് ആദർശമായിട്ടാണ്. ആദർശം മനുഷ്യ മനസ്സിനകത്തേക്ക് കയറി ചെല്ലണമെന്നും മനുഷ്യ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കിയാൽ മാത്രമേ ആദർശപരമായ മാറ്റമുണ്ടാകുന്നു. ആ മാറ്റം വഴി മാത്രമേ വിപ്ലവമുണ്ടാകൂ എന്നുമുള്ളതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. മനസ്സിൽ മാറ്റമുണ്ടാകണമെങ്കിൽ വാള് കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് യുദ്ധം കൊണ്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വാള് കാണിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇസ്ലാമിക വിരുദ്ധമായ കാര്യം ചെയ്തേക്കാം, പക്ഷെ എന്റെ മനസ്സ് ചെയ്യുമോ? എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എത്ര AK-47 കഴിയുക? കഴിയില്ല. ഇസ്ലാം നോക്കുന്നത് മനസ്സിലേക്കാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ സ്വാഭാവികമായും നിരീക്ഷ ചോദിക്കും, മുസ്ലിം ഇസ്ലാമും യുദ്ധം അനുവദിച്ചിട്ടില്ലേ? തീർച്ചയായും ഒരു പ്രായോഗിക ദർശനം എന്നുള്ള നിലയ്ക്ക് ഇസ്ലാം യുദ്ധം അനുവദിച്ചിട്ടുണ്ട്. പ്രായോഗിക ദർശനം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടായിക്കഴിഞ്ഞാൽ ആ രാഷ്ട്ര സംവിധാനത്തിൽ ജീവിക്കുന്ന ആളുകൾ അവർക്കെതിരെ ഒരു യുദ്ധം നടന്നു വരുമ്പോ, അവർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോ, ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ആരെങ്കിലും കടന്നു വരുമ്പോ പ്രതിരോധമായി അതല്ലെങ്കിൽ പ്രത്യാക്രമണമായി എല്ലാം യുദ്ധം ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാവുകയും ആ രാഷ്ട്രത്തിനെതിരെ ആ രാഷ്ട്രത്തിനെ തകർക്കുവാനും ആ രാഷ്ട്രത്തെ നാമാവശേഷമാക്കുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴാണ് അനുവദിച്ചിട്ടുള്ളത്. അതല്ലാതെ ആദർശ പ്രബോധനത്തിനു വേണ്ടി, ആദർശം ആരെയെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവും ഇസ്ലാം ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ ആദർശം അങ്ങനെ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകത്തെ എക്കാലഘട്ടത്തിലും പ്രവാചകൻ മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചത് മുതൽക്ക് ഇന്ന് വരെ വ്യത്യസ്ത മുസ്ലിം നാടുകളിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഇസ്ലാമിക രാഷ്ട്രം മദീനയിൽ അവിടുത്തെ ആദ്യത്തെ കരാറ് തന്നെ അവിടെയുള്ള അമുസ്ലിങ്ങളുമായിട്ടായിരുന്നു. ആ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രത്തിനകത്ത് ഏത് രാജ്യത്തും ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാകുമ്പോൾ അവിടെ അമുസ്ലിങ്ങളായ പൗരന്മാരുണ്ടാകും. അവരുടെ ആദർശം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. പൗരന്മാർക്ക് പുറത്തുനിന്ന് പോണ ആളുകൾക്കല്ല. അത് വേറെ വിഷയമാണല്ലോ, വിദേശികളുടെ കാര്യം. അപ്പോ സ്വാഭാവികമായിട്ടും ഇസ്ലാം ഇത് അനുവദിക്കുന്നില്ല. എന്നാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ ചെയ്യുന്നില്ല. പലരും ചെയ്യുന്നുണ്ട്. അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല. നേരത്തെ പറഞ്ഞതുപോലെ ദൈവിക മാർഗനിർദ്ദേശത്തിൽ നിന്ന് തെറ്റി സ്വന്തം ഇച്ഛപ്രകാരം നന്മതിന്മകളെ തെരഞ്ഞെടുക്കുമ്പോൾ പലർക്കും പലതും തോന്നും. ഇത് അമേരിക്ക ഞങ്ങളെയെല്ലാം തകർക്കാൻ വേണ്ടി വരുന്നു, അപ്പൊ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് ആത്മഹത്യാ ബോംബായിട്ട് എവിടെങ്കിലും പോയി പൊട്ടിത്തെറിച്ച് 4 അമേരിക്കക്കാരനെ കൊന്ന് ഞങ്ങൾക്കും ചത്തു കളയാം എന്നൊരാൾ തീരുമാനിച്ചാൽ അത് അയാൾക്ക് നന്മ എന്ന് തോന്നിയ കാര്യം മാത്രമാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിച്ച നന്മയല്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അയാളുടെ വീക്ഷണത്തിൽ അയാൾ പഠിച്ചു വെച്ചതനുസരിച്ച്, അയാൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടതനുസരിച്ച് ചിലപ്പോൾ അയാൾക്ക് നന്മയായി തോന്നിയേക്കാം. അവിടെയാണ് അയാളെ തിരുത്താൻ ഖുർആനും സുന്നത്തും കടന്നു വരിക. അവിടെ ഖുർആനും സുന്നത്തും അയാളെ അകറ്റിക്കൊണ്ടാണ് പലപ്പോഴും ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും ചെയ്യുന്നതും എന്നുള്ളതാണ് സത്യം. ഇത് മാനവവിരുദ്ധമായ കലാപങ്ങൾ എവിടെയുണ്ടായാലും അത് മതവിരുദ്ധമാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നതല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം ഇന്നത്തെ സമൂഹത്തിൽ ഒരു ഐഡന്റിറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്റെ കോളേജിൽ സീനിയർ ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, പെൺകുട്ടി, അപ്പൊ എന്നെക്കാൾ 1 വയസ്സ് മൂത്തതാണ്. പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ കൈ കാണിച്ചപ്പോ ആ കുട്ടി ഒരു മുസ്ലിമാണ്. കൈ കാണിച്ച സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഞങ്ങളിത് ഷെയ്ക്കാൻ്റെ കൊടുക്കാറില്ല. അപ്പൊ എനിക്ക് ശരിക്കും അർത്ഥം വന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മതങ്ങൾ ആധുനികമായി പഠിപ്പിക്കുന്നത് നന്മയെക്കുറിച്ചാണ്, സ്നേഹത്തെക്കുറിച്ചാണ്, ദയയെക്കുറിച്ചാണ്, കാരുണ്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഒരാണും പെണ്ണും, അതും ഒരു ഏട്ടനും അനിയത്തിയും പോലെയുള്ള ഒരു ബന്ധം, ഒരു സ്നേഹബന്ധത്തില് മതം കയറി വന്നിട്ട് വിലക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സങ്കടം തോന്നാറുണ്ട്. അപ്പൊ ഇത്തരം ഐഡന്റിറ്റികൾ നമ്മുടെ സമൂഹത്തിൽ രൂപാന്തരപ്പെട്ട് വരുന്നുണ്ട് മതം എന്ന രീതിയിൽ. അപ്പൊ ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അവൻ ഒന്നെങ്കിൽ ഒരു ഹിന്ദു ആവാണ്, അവനൊരു ഹിന്ദു ഐഡന്റിറ്റി അവന്റെ മേലെ ചാർത്തി വീഴാണ്. മുസ്ലിമായി ജനിക്കുന്ന സമയത്ത് അവന്റെ മേലെ ഒരു മുസ്ലിം ഐഡന്റിറ്റി. ഇതൊന്നും ആരും ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളായിട്ടല്ല വരുന്നത്. ജനനത്തോടു കൂടി അവന്റെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഐഡന്റിറ്റികളാണ് മതങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ.
ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും മിനിമം ഒന്നുമില്ലെങ്കിൽ ഒരു 10 രൂപ മെമ്പർഷിപ്പും എടുത്തിട്ടാണ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പം മതങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എല്ലാ സമൂഹത്തിലെ എല്ലാ നന്മകളെയും എല്ലാ ആൾക്കാരുമായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വലിയ കപ്പ്, ഒരു വലിയ ഐഡന്റിറ്റി അല്ലെ ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചും കൂടി പ്രാവർത്തികമാക്കാൻ എളുപ്പം. മതം ജന്മനാ ലഭിക്കുന്ന ഒരു ഐഡന്റിറ്റി ആയി തീരുന്ന പ്രയാസകരമായൊരവസ്ഥയുണ്ടെന്നും അതിനപ്പുറത്ത് ഒരു വിശാലമായ വൃത്തത്തിലെ ഒരു ഐഡന്റിറ്റി അല്ല അഭികാമ്യം എന്നാണ് സുഹൃത്തിന്റെ രണ്ടാമത്തെ ചോദ്യം. മതം കേവല ജന്മത്തിന്റെ പേരിൽ ലഭിക്കുന്ന ഒരവകാശമായി കിട്ടുന്ന ഒരവസ്ഥക്ക് മാറ്റമുണ്ടാവുക തന്നെ വേണം. മതം ജന്മാവകാശമായി കിട്ടേണ്ടതല്ല, ബോധ്യത്തോടുകൂടി സ്വീകരിക്കപ്പെടേണ്ടതാണ്. ഇസ്ലാമിക വീക്ഷണത്തിൽ മതം ബോധ്യത്തോടുകൂടി സ്വീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ സ്വന്തം മാതാപിതാക്കൾക്ക് തങ്ങൾ ശരിയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ആദർശം, അതനുസരിച്ച് ജീവിക്കുവാൻ തന്റെ മകനെയും പ്രാപ്തമാക്കാൻ ശ്രമിക്കുക എന്നത് സ്വാഭാവികമാണ്. അത് ഏതൊരു സമൂഹത്തിലുണ്ടാകാവുന്നതാണ്. തന്റെ മക്കൾക്ക് നന്മ കാക്ഷിക്കുക എന്നത് ഏത് മാതാപിതാവും വിചാരിക്കാം. പക്ഷേ അവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ, അവർക്ക് നന്മതിന്മകളെക്കുറിച്ചുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ മതത്തെക്കുറിച്ച് പഠിക്കണം, മനസ്സിലാക്കുകയും തിരസ്കരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സത്യം. എന്നാൽ ഇവിടെ ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട സുഹൃത്ത് സൂചിപ്പിച്ച ഷെയ്ഖ് ഹാൻഡുമായി ബന്ധപ്പെട്ട പ്രശ്നം, അത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. എന്റെ സുഹൃത്തിന് പെങ്ങളായി തോന്നാം ഒരാള്, മറ്റൊരാൾക്ക് ആ പെങ്ങളായി തോന്നലൊരു ചൂഷണത്തിന്റെ ഭാഗവുമാകാം. നമുക്കറിയൂലേ, വെറും സ്പർശത്തിലൂടെ കേരളത്തിൽ മാസങ്ങളോളം ചർവണം ചെയ്യപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാഫിന്റെയും അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെയും കഥ എന്താ സംഭവിച്ചത്? അവരുടെ ജോലി പോയി. പത്രക്കാരൻ നമ്മളെ സുഹൃത്തിനെ പോലെയുള്ള പത്രമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അത് പേനയും മടക്കി പൊടിച്ചു വെച്ചു. പക്ഷേ ആ സഹോദരന്റെ ജോലി പോയി, അവരുടെ കുടുംബമടക്കം നഷ്ടപ്പെട്ടു. ഞാൻ പത്രക്കാരെ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞ കേട്ടോ, ചൂടാണ്ട. അല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വളരെ ഗൗരവമാണത്. എന്താ പ്രശ്നം? ബസ്സിലുണ്ടായ ഒരു സ്പർശ പ്രശ്നമാണ്. അതാകെ ചർവണം ചെയ്യപ്പെട്ടു. തീർച്ചയായും പ്രശ്നം അല്പം ഗൗരവം തന്നെയാണ്. പക്ഷേ ഫലം, അവസാനമുണ്ടായ ഫലം എന്താണ്? ആ സഹോദരിയുടെ ജോലി പോയി, ആ സഹോദരിയുടെ കുടുംബം പോലും വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയുണ്ടായി. ഇവിടെയാണ് എല്ലാവരും സഹോദരിയായി കാണണമെന്നില്ല, എല്ലാവരെയും പല രൂപത്തിൽ കാണുന്ന അവസ്ഥയുണ്ടാകാം. സഹോദരിയാകുന്നത് യഥാർത്ഥ സഹോദരിയാകുമ്പോൾ തന്നെയാണ്. ഷെയ്ഖ് ഹാൻഡിൽ നിന്ന് തുടങ്ങുന്നത് പലപ്പോഴും എവിടെയൊക്കെ എത്താറുണ്ട് എന്നത് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കഥകൾ നമുക്ക് തെളിവ് നൽകുന്നു, അല്ലേ? പലരും സഹോദരിയായി തുടങ്ങി, പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് പലതും ചെയ്തു. അത് ക്യാമറകൾ ഒപ്പിയെടുത്തു. ആ ക്യാമറകളിലെ ദൃശ്യങ്ങൾ വിറ്റ് കാശാക്കുന്ന കശ്മലന്മാരെ നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നു. എന്തിനിത്? നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കൈപിടിക്കുമ്പോൾ ഉണ്ടാകേണ്ട സ്നേഹമല്ല, മറിച്ച് അവൾ അവരുടെ സംസ്കാരത്തിൽ നിൽക്കുകയും നമ്മൾ നമ്മളുടെ സംസ്കാരത്തിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സ് തുറന്ന് സ്നേഹിക്കുവാനും മനസ്സ് തുറന്ന് പരസ്പരം അറിയാനും കഴിയലാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിലുള്ള സ്നേഹം അതല്ലേ? ഇത് തീർച്ചയായും സുഹൃത്തിന്റെ മാനസികാവസ്ഥയനുസരിച്ച് അവർ പെട്ടെന്ന് നിഷേധിച്ചപ്പോ അത് ശരിയല്ലാന്ന് തോന്നാം. എനിക്ക് തോന്നില്ല. എന്തുകൊണ്ട് എനിക്ക് തോന്നില്ല? എന്തുകൊണ്ട് തോന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അത് ശരിയല്ല എന്ന് സട്ടാവായ തമ്പുരാൻ വിധിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ആ പെൺകുട്ടി എന്തുകൊണ്ട് അതിന് അകത്ത് നിന്നു? അതിന് കാരണം പടച്ചവൻ അത് പാടില്ല എന്ന് അവളോട് പഠിപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അവിടെ സാഹോദര്യമാണെങ്കിലും അല്ലെങ്കിലും, സ്നേഹമാണെങ്കിലും അല്ലെങ്കിലും, സ്നേഹിതനാണെങ്കിലും സ്നേഹിതയാണെങ്കിലും അവിടെ സ്പർശിച്ചുകൊണ്ടുള്ളൊരു സ്നേഹപ്രകടനം പടച്ചവൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടത് പറ്റില്ല. ചിലർ ആ സ്പർശനം സ്നേഹത്തിന്റെ പ്രകടനമായി എടുക്കാം, ചിലർ സാഹോദര്യത്തിന്റെ പ്രകടനമായി എടുക്കാം, ചിലരെ അത് കാമത്തിലേക്ക് കൊണ്ടുപോകാം, ചിലരത് ചൂഷണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം, ചിലരത് വലിയ ചൂഷണം ചെയ്ത ആ പെൺകുട്ടിയുടെ ആത്മഹത്യ വരെ കൊന്നെത്തിക്കുന്ന പ്രയാസങ്ങളിലേക്ക് നയിക്കപ്പെടാം. ഇതിനെല്ലാം കേരളം സാക്ഷി, കേരളത്തിന്റെ സമൂഹം സാക്ഷി, കേരളത്തിന്റെ വിദ്യാഭ്യാസ ലോകം സാക്ഷി. അവിടെ ഏത് ശരി? അവിടെയാണ് പടച്ചവന്റെ മാർഗദർശനം വരുന്നത്. അവിടെ സുഹൃത്തിനും പടച്ചവന്റെ മാർഗദർശനം പഠിച്ചിരുന്നെങ്കിൽ അതിലെ തെറ്റ് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുമായിരുന്നു. അതിനപ്പുറത്ത് തീർച്ചയായും തിരിച്ചുമുണ്ടാകാലോ.
ഇതേ സ്നേഹപ്രകടനം ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ. ഇതേ സ്നേഹപ്രകടനം ഒരു സാഡിസ്റ്റ്, ഒരു എയ്ഡ്സ് രോഗിയായ സാഡിസ്റ്റ് നടത്തുന്നു എന്ന് വിചാരിക്കുക. എന്റെ സുഹൃത്തിന്റെ കയ്യില് ഷെയ്ക്ക് ഹാൻഡ് എന്ന വ്യാജനായാൽ കയ്യില് കുത്തിയെടുത്ത രക്തം എന്റെ സുഹൃത്തിന്റെ കൈകളിലേക്ക് ആക്കുന്നു എന്ന് വിചാരിക്കുക. സംഭവിക്കാലോ. അപ്പോ അവിടെയെല്ലാം ഏത് ശരി, എപ്പോൾ ശരി, എങ്ങനെ ശരി, ഇതിനെല്ലാം കൃത്യമായ മാർഗദർശനം കിട്ടേണ്ടത് പടച്ചവന്റെ അടുത്തുനിന്നുള്ളതാണ് എന്നുള്ളതാണ് വസ്തുത. അതാണ് അവിടെയും പ്രകടമായത്. അതൊരിക്കലും മനസ്സിലാക്കരുത് അത് ദേഷ്യം കൊണ്ടോ വിരോധം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ആണ് എന്ന്. മറിച്ചെന്താണ്, അത് അവളുടെ സംസ്കാരമാണ്. അവൾ ദൈവം തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യുന്നു എന്നതിനുള്ള പ്രകടനമാണ്. അത് ആ ദൈവം തമ്പുരാൻ തന്നെ അവളെ പഠിപ്പിക്കുന്നു. തന്നോടൊപ്പം ജീവിക്കുന്ന തന്റെ സുഹൃത്തുക്കളുമായി എങ്ങനെ പെരുമാറണമെന്നും ഏത് രൂപത്തിൽ സ്നേഹം പങ്കിടണമെന്നും ആ രൂപത്തിലുള്ള സ്നേഹപ്രകടനമെല്ലാം അവളെന്ന് പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തുള്ളത് അത്തരം ആളുകളെന്ന് പ്രതീക്ഷിച്ചുകൂടാ എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ആ ബോർഡിന്റെ മേലെ കാണുന്നത് സ്നേഹ സമ്പാദം എന്നാണ്. അതിന് മേലെ എഴുതിയത് മതവും മാർക്സിസവും കൈകോർക്കുന്നു. മതം എന്നുള്ളത് അവിടെ ഇസ്ലാം മതമാക്കണമെന്നും സ്നേഹ സമ്പാദം എന്നുള്ളത് സ്നേഹ ചർച്ച എന്ന് മാത്രമാണ് അപേക്ഷിക്കുന്നത്. കാരണം സമ്പാദം എന്നുള്ളത് ഇംഗ്ലീഷിൽ ഡിബേറ്റ് എന്നാണ്. ഡിബേറ്റ് നടത്തുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ചേരികളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാർ സദസ്സിൽ വന്നിരിക്കുകയും അവരുടെ ആദർശങ്ങള് അഭിപ്രായങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്യുക. ഇവിടെ ഞാനൊരു യുക്തിവാദി പ്രസ്ഥാനത്തിൽ ജബ്ബാർ മാഷിനെയോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് KENയോ ആരും ഞാനിവിടെ കാണുന്നില്ല. അപ്പൊ ഇതൊരു സംവാദമായിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഡിബേറ്റ് ആയിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ട്. അതേസമയം ഡിസ്കഷനായിട്ടോ ചർച്ചയായിട്ടോ നമുക്ക് ആ ബോർഡ് മാറ്റുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ല നിർദ്ദേശമാണ് നിതീഷിൻ്റെത്. പക്ഷെ ആ നിർദ്ദേശം സ്വീകരിക്കാൻ നിർവാഹമല്ല എന്ന് വിനീതമായി അറിയിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നിതീഷ് മനസ്സിലാക്കിയതുപോലെ സംവാദത്തിന് ഡിബേറ്റ് എന്ന് മാത്രമല്ല അർത്ഥം. ഡയലോഗ് എന്നൊരു ഇംഗ്ലീഷ് പദം കൂടിയുണ്ട്. ഡിസ്കഷനും ഡിബേറ്റും അല്ലാത്ത ഡയലോഗ് എന്നൊരു പദം കൂടിയുണ്ട്. കുറച്ചുകൂടി വാദപ്രതിവാദം എന്ന പദമാണ് സുഹൃത്ത് പറഞ്ഞ ഡിബേറ്റിന് നേർക്ക് നേരെ മലയാളം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല പദം വാദപ്രതിവാദമാണ്. സംവാദത്തിന് ഡയലോഗ് എന്ന് കൂടി അർത്ഥമുണ്ട്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ പല രൂപങ്ങളിലാണ്. നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ KEN പോലെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ദർശനവുമായി ബന്ധപ്പെട്ട മറ്റൊരാളുമായി നടത്തുന്ന വാദപ്രതിവാദത്തിനും സംവാദം എന്ന് പറയാം. അതേ രൂപത്തിൽ തന്നെ ഇത് സദസ്സുമായി നടത്തുന്ന ഒരു സംവാദം തന്നെയാണ്, ഡയലോഗിങ് തന്നെയാണ്. നിങ്ങൾ വിമർശിച്ചു, ആ വിമർശനത്തിന് മറുപടി പറഞ്ഞു. പലരും വിമർശിക്കുന്നു, അതിന് മറുപടി പറയുന്നു. അതാണ് സ്നേഹസംവാദം. സദസ്സുമായി നടക്കുന്ന സ്നേഹത്തിലധിഷ്ഠിതമായ തമ്മിൽ അടിക്കുന്നതല്ലാത്ത ആർഗ്യുമെന്റേറ്റീവ് അല്ലാത്ത സംവാദം, സംവേദനക്ഷമമായ സംവാദം, അതാണ് നടക്കുന്നത്. മതം എന്നത് തീർച്ചയായും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം തന്നെയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം തന്നെയാണ്. എന്നാൽ മാർക്സിസമാണ് വിഷയം എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഇസ്ലാമിനെതിരെ എന്തൊക്കെയോ മാർക്സിസം പറയുന്നുവോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നാം പറയുന്നുവോ അത് മറ്റു മതങ്ങൾക്കും കൂടി ബാധകമാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭൂരിപക്ഷം മതങ്ങളും. മരണാനന്തര ജീവിതത്തിൽ നേർക്ക് നേരെയോ അല്ലാതെയോ വിശ്വസിക്കുന്നവയാണ് ഭൂരിപക്ഷ മതങ്ങളും. ധർമാധർമ്മങ്ങളുടെ പദാർത്ഥാതീതമായ അസ്തിത്വത്തിൽ വിശ്വസിക്കുന്നവരെയാണ് ഭൂരിപക്ഷം മതങ്ങളും. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളും ഈ അർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് മതവും മാർക്സിസവും കൈകോർക്കുമോ എന്ന് പറഞ്ഞത്. തീർച്ചയായും മുസ്ലിങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലക്ക് ഇസ്ലാമികമായ ഭൂമികയിൽ നിന്നുകൊണ്ടായിരിക്കും ആ ചർച്ച എന്നത് സ്വാഭാവികമാണ്. അതാണ് ഇവിടെ സംഭവിച്ചത്, അത് സ്വാഭാവികമാണ്. എന്നാൽ ഡയലോഗ് എന്നുള്ളത് കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടു രൂപത്തിലുള്ള ഡിബേറ്റുകളും ഡയലോഗുകളും ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാരുമായി അല്ലെങ്കിൽ യുക്തിവാദി സുഹൃത്തുക്കളുമായി അതല്ലെങ്കിൽ മത നേതാക്കളുമായിട്ടെല്ലാം ഡയലോഗ്സ് നടത്തിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തുള്ള നമ്മുടെ സ്റ്റാളുകളിൽ ലഭിക്കും. യുക്തിവാദി സംഘത്തിന്റെ തന്നെ പ്രസിഡന്റായ കലാനാഥൻ മാഷുമായി ഇതേപോലെ തന്നെ മതവും യുക്തിയും എന്ന വിഷയത്തിലും അതേപോലെ മറ്റു പല വിഷയങ്ങളിലും സംവദിച്ചിട്ടുണ്ട്. പല മത നേതാക്കളുമായും സംവദിച്ചിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഇതാരെങ്കിലും ജയിക്കാനോ തോൽക്കാനോ തോൽപ്പിക്കാനോ ഒന്നുമല്ല, പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ശരി സ്വീകരിക്കാനും ശരി അറിയിക്കാനും വേണ്ടിയുള്ള സ്നേഹത്തിലധിഷ്ഠിതമായ സംവാദങ്ങളാണ്. അത് ഇപ്പോൾ സദസ്സുമായിട്ടാണ് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പേര് ഷിയാസ്. ഞാൻ +2 ഫിസിക്സ് അധ്യാപകനാണ്. ഞങ്ങളുടെ സ്വദേശിയാണ്.
ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് ഒരു ലേഖനം ഒരു ഭൗതികവാദിയായിട്ടുണ്ടായിരുന്നു. ആ പരാമർശമാണ്, അതിലെ പരാമർശങ്ങളാണ് ചോദ്യത്തിന് അടിസ്ഥാനം. അത് അദ്ദേഹം പറയുന്നത് മതപ്രബോധകർ നിരന്തരമായിട്ട് ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് കമ്മ്യൂണിസം തകർന്നു എന്നുള്ളത്. എന്നാൽ മനുഷ്യന്റെ പച്ചയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നതിൽ മതങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോ കമ്മ്യൂണിസത്തിന് സംഭവിച്ചു എന്ന് പറയുന്ന പരാജയം അതിനേക്കാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മതങ്ങൾക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നീട് അദ്ദേഹം അതിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭൗതികവാദ ദർശനങ്ങളെല്ലാം തന്നെ ജീവിതത്തെ പരമാവധി ആസ്വദിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ്. എന്നാൽ കമ്മ്യൂണിസമാകട്ടെ ആസ്വാദനത്തിന്റെ ഏറ്റവും മൂർത്തിമദ്ഭാവമായ മുതലാളിത്തത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അപ്പോ ഇസ്ലാമിലും ഈ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പുള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അദ്ദേഹം വീണ്ടും എഴുതി, പിന്നെ സാമ്രാജ്യത്വത്തിന്റെ അധിനിവേശം, ഒരു അറേബ്യൻ സംസ്കാരത്തിന്റെ അധിനിവേശം ഇസ്ലാമിലുണ്ട്. ഇസ്ലാമിലെ ആരാധനാ കാര്യങ്ങളിലുള്ള അറബി ഭാഷയുടെ ഉപയോഗത്തെ ജയിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പൊ അമേരിക്കൻ സാമ്രാജ്യം എതിർക്കപ്പെടുന്നത് പോലെ തന്നെ ഈ അറേബ്യൻ സാംസ്കാരിക അധിനിവേശവും എതിർക്കപ്പെടേണ്ടതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഇസ്ലാമിക പ്രബോധകർ എങ്ങനെയാണ് ഇത്തരം വാദഗതികളോട് പ്രതികരിക്കുന്നതെന്നാണ് ഇവിടെ മറ്റൊരു സുഹൃത്തിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനമായും മതവും പരാജയപ്പെട്ടിട്ടുണ്ട്, മതത്തിൽ ഇസ്ലാമിൽ ഒരു അറബ്യൻ അധിനിവേശമുണ്ട് തുടങ്ങിയ വാദഗതികൾ. ഇതിനോടൊരു ഇസ്ലാമിക പ്രബോധകന്റെ പ്രതികരണമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി, മതം ഇസ്ലാം പരാജയപ്പെട്ടിട്ടില്ല. ഇസ്ലാം പരാജയപ്പെട്ടിട്ടേയില്ല. ഇന്നും ഇസ്ലാം അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ലോകത്ത് മുന്നേറിക്കൊണ്ടേയിരിക്കുന്നു. കമ്മ്യൂണിസം പരാജയപ്പെട്ടു, ഭൗതിക ദർശനങ്ങളെല്ലാം പരാജയപ്പെട്ടു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുന്നു? പരാജയപ്പെട്ടത് ഭൗതിക ദർശനങ്ങൾ പറഞ്ഞത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ദർശനം പറഞ്ഞത് പ്രധാനമായും വ്യവസ്ഥിതി മാറിയാൽ മനുഷ്യർ നന്നാകുമെന്നാണ്. എവിടെയാണ് പ്രശ്നം? സമൂഹത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയാണ് സമൂഹത്തിലെ സകല തിന്മകൾക്കും കാരണമെന്നും തിന്മകളുടെ കാരണമായ സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ സമൂഹം സ്വാഭാവികമായും നന്നായിക്കൊള്ളുമെന്നാണ് കാൾ മാർക്സും എംഗൽസും സിദ്ധാന്തിച്ചത്. അങ്ങനെ സമൂഹം നന്നാകുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കണം നിങ്ങൾ, ഭരണകൂടം പോലും ആവശ്യമില്ലാത്ത വിധം ഭരണകൂടം പൊടിഞ്ഞു പോകും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി വരുന്നതാണ്. സോഷ്യലിസത്തിൽ മാത്രമേ ഭരണകൂടമുള്ളൂ. സോഷ്യലിസം കഴിഞ്ഞാൽ ഭരണകൂടം പൊടിയും, ഭരണകൂടം ആവശ്യമുണ്ടാവില്ല. കാരണം ആ രൂപത്തിലുള്ള സമത്വ സുന്ദരമായ ലോകം വരുന്നതാണ്, ഒരു തിന്മയില്ലാത്ത ലോകം. അതിനാണ് കമ്മ്യൂണിസ്റ്റ് സ്വർഗം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥിതി എന്ന് പറയുന്നത് അതാണ്. യഥാർത്ഥത്തിൽ സോഷ്യലിസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു, 70 കൊല്ലം തിരിച്ചുപോയി. അതിനേക്കാളും സ്പീഡിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതിനേക്കാളും സ്പീഡിൽ മുതലാളിത്തത്തിലേക്ക്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് ദർശനം പരാജയപ്പെട്ടു. ദർശനം പറഞ്ഞത് വ്യവസ്ഥിതി നന്നായാൽ ജനം നന്നാകുന്നതാണ്. ഇസ്ലാം പറയുന്നത് വ്യവസ്ഥിതിയല്ല, ആളുകളുടെ മനസ്ഥിതിയാണ് മാറേണ്ടത് എന്നാണ്. വ്യക്തിയുടെ മനസ്ഥിതി മാറിയാൽ, വ്യക്തിയുടെ മാനസികാവസ്ഥ മാറിയാൽ, വ്യക്തിയുടെ മനസ്സിലേക്ക് വിശ്വാസത്തെ സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞാൽ, വ്യക്തി കൃത്യമായി ദൈവബോധമുള്ളവനും പരലോക ചിന്തയുള്ളവനുമായി മാറിക്കഴിഞ്ഞാൽ, അവന് വ്യക്തമായി ദൈവിക മാർഗനിർദ്ദേശത്തെക്കുറിച്ച് ബോധവും ബോധ്യവും ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളിൽ മാറ്റമുണ്ടാകും. ആ മാറ്റം അയാൾക്ക് വ്യക്തിപരമായ ശാന്തി നൽകും. അയാൾക്ക് കുടുംബത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞാൽ കുടുംബത്തിൽ ശാന്തതയുണ്ടാകും. സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാൻ കുടുംബം വഴി സാധിച്ചാൽ സമൂഹത്തിൽ ശാന്തതയുണ്ടാകും. അതേപോലെ തന്നെ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ ഇതെല്ലാം വഴി മാറ്റമുണ്ടായാൽ രാഷ്ട്ര സംവിധാനത്തിൽ ശാന്തതയുണ്ടാകും. വ്യക്തിയാണ് അടിസ്ഥാനപരമായി മാറേണ്ടത്, അല്ലാതെ രാഷ്ട്രമല്ല. രാഷ്ട്രം മാറിയാൽ വ്യക്തി നന്നാകുമെന്നല്ല, വ്യക്തി മാറിയാൽ രാഷ്ട്രമടക്കം നന്നാകാമെന്നാണ് പറഞ്ഞത്. ഒരു വ്യക്തി മാറിയാലും അയാൾക്ക് നന്മയുണ്ട്, അയാൾക്ക് വ്യക്തമായ ജീവിതാവബോധമുണ്ട്, ധർമാധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ട്, ശരിതെറ്റുകൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാൻ അയാൾക്ക് കഴിയുന്നുണ്ട്. അയാൾ ദൈവിക മാർഗനിർദ്ദേശം അനുധാവനം ചെയ്തുകൊണ്ട് സ്വയം സമാധാന ചിത്തനാകുന്നുണ്ട്, സമൂഹത്തിന് സമാധാനം ചൊരിയുന്നുണ്ട്. ആത്യന്തികമായി മരണാനന്തര ജീവിതത്തിലെ സമാധാനത്തിന്റെ ഗേഹം സമ്മാനമായി ലഭിക്കുവാൻ അർഹനാകുന്നുണ്ട്.
അവിടെയാണ് ഇന്നും എന്നും ഇസ്ലാം മനുഷ്യരിൽ മാറ്റമുണ്ടാക്കിക്കൊണ്ടേ നിലനിൽക്കുന്നു. എന്നാൽ രാഷ്ട്ര സംവിധാനത്തിലല്ല ഇസ്ലാം പ്രാഥമികമായി ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാജ്യവും ഇസ്ലാമികമായില്ലെങ്കിലും ഇസ്ലാം വിജയം ആഘോഷിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം ജനങ്ങളെ കണ്ടത് വ്യക്തികളുടെ കൂട്ടായ്മയായിട്ടാണ്. മാറ്റമുണ്ടാകേണ്ടത് വ്യക്തികളിലാണ് എന്നാണ്. അതിനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങൾ. കമ്മ്യൂണിസം വ്യക്തിയെ കണ്ടത് രാഷ്ട്രത്തിന്റെ ഉൽപ്പന്നമായിട്ടാണ്, വ്യവസ്ഥിതിയുടെ ഉൽപ്പന്നമായിട്ടാണ്. വ്യവസ്ഥിതി മാറിയാൽ വ്യക്തി നന്നാകുമെന്നാണ് കമ്മ്യൂണിസം പറഞ്ഞത്. അതാണ് പരാജയപ്പെട്ടത്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം അറബി അധിനിവേശമില്ലേന്നാണ്. അറബി അധിനിവേശമില്ല ഇസ്ലാമിക ദർശനത്തിൽ നിന്ന്. എന്താണ് ഈ അധിനിവേശം എന്ന് പോലും ഇത്തരം മനുഷ്യന്മാർക്ക് മനസ്സിലായിട്ടില്ല എന്നതാണ് സങ്കടകരമായ കാര്യം. ഒരാളൊരു ഭാഷ ഉപയോഗിച്ചാൽ അതിന് അധിനിവേശം എന്ന് പറയും. ഇതെല്ലാം ഭയങ്കര വലിയ ചിന്തകന്മാർ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. സാംസ്കാരികമായ അധിനിവേശം ഭാഷയിലൂടെ ഉണ്ടാകും. എപ്പോഴാണത്? ആ ഭാഷക്ക് ഉന്നതമായ സംസ്കാരം പ്രദാനം ചെയ്യാൻ കഴിയുമെന്നും ആ ഭാഷ ഉൾക്കൊള്ളുന്നവരാണ് ഉന്നതന്മാർക്കും ആ ഭാഷ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഔന്നത്യമുണ്ട് എന്നും വിശ്വസിക്കുമ്പോഴാണ് ഭാഷ അധിനിവേശത്തിന്റെ ഒരു ഭാഗമായി തീരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതെന്താ? അറബിക്ക് അനറബിയേക്കാൾ യാതൊരു ഔന്നത്യവുമില്ല അയാളുടെ തഖ്വയിലല്ലാതെ, അയാളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയിലല്ലാതെ. ഒരാൾ അറബിയാണ്, അയാൾക്ക് എന്താ പ്രത്യേകത? അയാൾക്ക് ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ അയാൾ നല്ലവൻ. അല്ല അനറബിയാണോ, അയാൾക്ക് ജീവിത വിശുദ്ധി ഉണ്ടെങ്കിൽ അയാൾ നല്ലവൻ. അതല്ലാതെ ഭാഷാപരമായ ഒരു ഔന്നത്യം ഒരു വ്യക്തിക്കും ഇസ്ലാം കൽപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ പ്രാർത്ഥനകൾ ഇസ്ലാം അറബിയിലാണ്. ലോകത്ത് ഏത് ഭാഷയിൽ പ്രാർത്ഥിച്ചാലും ഇതേ ആരോപണം വരാം ആരോപിക്കുന്ന ആളുകൾക്ക്. ഇപ്പോ നിസ്കാരത്തിലെ പ്രാർത്ഥന നമ്മൾ ഇംഗ്ലീഷിലാക്കിയെന്ന് വിചാരിക്കും, അപ്പൊ ഇംഗ്ലീഷിന്റെ അധിനിവേശം എന്ന് പറയും. ഉറുദുവിലാക്കിയെന്ന് വിചാരിക്കും, ഉറുദുവിന്റെ അധിനിവേശം എന്ന് പറയും. അപ്പൊ മാതൃഭാഷയിലായിക്കൂടെ? മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആരെ പറഞ്ഞത്? മാതൃഭാഷയിൽ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? മാതൃഭാഷയിൽ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എന്നാൽ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥന, പടച്ചതമ്പുരാനാൽ പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ട പ്രാർത്ഥന, പടച്ചതമ്പുരാൻ കൽപ്പിക്കാൻ ഉപയോഗിച്ച ഭാഷയിൽ തന്നെയാകണമല്ലോ. ആ ഭാഷ അറബി ഭാഷയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ അറബിയിലായിരുന്നു മാത്രം. അവിടെ അറബി ഭാഷയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട് എന്നതുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറബി ഭാഷയിലാണ് ദൈവിക ബോധനം കടന്നു വന്നത്. ആ സവിശേഷത എന്താണ്? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയായിരുന്നു അറബി എന്നുള്ളതാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ അറബി, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ അറബി, അതേ സൗന്ദര്യത്തോടെ, അതേ വ്യക്തതയോടെ, അതേ പദഘടനയോടെ ഇന്നും നിലനിൽക്കുന്നു. ഒരു ജീവൽ ഭാഷയാണ് അറബി, ഖുർആനികമായ അറബി. 14 നൂറ്റാണ്ട് വേണ്ട, 100 കൊല്ലം മുമ്പത്തെ മലയാളങ്ങളൊന്ന് വായിച്ച് മാതൃഭൂമിയിലും മനോരമയിലും അടക്ക് വരാറുണ്ട് 100 കൊല്ലം മുമ്പത്തെ വാർത്ത. ആ വായിച്ചാൽ തന്നെ ചിലപ്പോൾ നമുക്ക് ആ പദഘടനയിൽ തമാശ തോന്നും. ഇനി അതൊരു 200 300 കൊല്ലം മുമ്പാണെങ്കിലോ നമുക്കൊന്നും പലപ്പോഴും മനസ്സിലാവില്ല. ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിനെ പോലെ പലപ്പോഴും ഷേക്സ്പിയറുടെ ഇംഗ്ലീഷും മോഡേൺ ഇംഗ്ലീഷും, ഇംഗ്ലീഷ് ഭാഷ ഒരു ആർട്ടിലൊരു വിഷയമായി പഠിക്കുന്നവർ രണ്ടായി പഠിക്കും. എന്തേ കാരണം? ഷേക്സ്പിയറുടെ ഭാഷ മോഡേൺ ഇംഗ്ലീഷിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ളത്. ഷേക്സ്പിയറിൽ നിന്നും കുറച്ചുകൂടി പിന്നോട്ട് പോയാലോ അതിനേക്കാൾ വ്യത്യസ്തം. എന്നാൽ അറബി ഭാഷ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഭാഷാശാസ്ത്രപരമായി പറഞ്ഞാൽ പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷ. ആ രൂപത്തിൽ ആ പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷയിൽ ഭാഷയെ തെരഞ്ഞെടുത്തു പടച്ചവൻ മനുഷ്യർക്ക് അവസാന നാൾ വരെയുള്ള മാർഗദർശനം നൽകാൻ എന്നുള്ളത് പടച്ചതമ്പുരാന്റെ തീരുമാനം. ആ തീരുമാനത്തിൽ വല്ല അനീതിയുണ്ടോ? അനീതി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആ ഭാഷ ഉൾക്കൊള്ളുന്നവർക്ക് വല്ല ഔന്നത്യവും നൽകണം. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചേയില്ല. ആ ഭാഷ ഉൾക്കൊള്ളുന്നവർക്ക് വല്ല ഔന്നത്യവും ഉള്ളതായി. മാത്രവുമല്ല, ഉന്നതരായ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിടത്ത് അത്തരം പരാമർശങ്ങളെ കടന്നു വന്നില്ല. ഭാഷാപരമായ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നോക്കാം. 2 വ്യക്തികൾ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും മാതൃകയായി എടുത്തു പറഞ്ഞ ഖുർആനിലെ 66-ാം അധ്യായത്തിൽ 2 വനിതകളാണ്. 2 വനിതകൾ. ഒന്ന് ഫറോവയുടെ പത്നി
ഭാഷാപരമായി പരിശോധിച്ചാൽ ഒന്നുകിൽ അവർ ഈജിപ്ഷ്യൻ ഭാഷയിലായിരിക്കും സംസാരിച്ചിരുന്നിരിക്കുക, അതല്ലെങ്കിൽ ഹീബ്രു ഭാഷയിലായിരിക്കണം. രണ്ടാമത്തേത്, യേശുവിന്റെ മാതാവ് ഭാഷാപരമായി സംസാരിച്ചാൽ അവർ എബ്രായ ഭാഷയിലായിരിക്കണം സംസാരിച്ചിരുന്നത്. അറബി ഭാഷയിലായിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല ഭാഷാപരമായി വർഗപരമായി പരിശോധിച്ചാൽ. പക്ഷെ അവരെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്ക് മാതൃകയായി എടുത്തു പറയുന്നതിൽ ഖുർആനിന് ഭാഷ ഒരു തടസ്സമായിട്ടില്ല. ഇങ്ങനെ തന്നെയാണെല്ലാം. പ്രവാചകന്മാർ അവർ പല ഭാഷക്കാർ, പക്ഷേ അറബി ഭാഷക്കുള്ള സവിശേഷത ഞാൻ പറഞ്ഞതുപോലെ പടച്ചതമ്പുരാൻ തന്റെ അവസാനത്തെ വഹിയിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള ഭാഷ എന്നുള്ള നിലക്ക് അത് അന്ന് തന്നെ പൂർണ്ണ വളർച്ചയെത്തിയ ഭാഷ നമുക്ക് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. ആ രംഗത്ത് തന്നെ ഒരുപാട് പഠനങ്ങളുണ്ട്. അതിൽ അധിനിവേശത്തിന്റെ ലാഞ്ചന കാണുന്നത് ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ ആ അധിനിവേശത്തെക്കുറിച്ച് അറിയായ്മ കൊണ്ടാണ് എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. ക്ഷമിക്കണം, കാരണം ചോദ്യം മതം എന്താണ് എന്നാണ് ചോദ്യം. മതത്തിലുള്ള മതവും മാർക്സിസം കൈകോർക്കുമോ എന്നാണല്ലോ മതം. അപ്പം ചില ആളുകൾക്ക് മതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല എന്നുള്ള ഒരു ഇത് എനിക്കുണ്ട്. കാരണം ഈ പുസ്തകത്തിന്റെ ഒക്കെ ഒരു പിന്നെ ഇത് വന്നു കഴിഞ്ഞപ്പോഴും കുറെ ആൾക്കാർ നല്ല പേര് പ്രശസ്തിക്കുള്ള ആളുകൾ പ്രായപൂർത്തി അതിന് ശേഷം മതം ഏതാണെന്ന് വേണമെന്ന് തീരുമാനിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു സംവാദം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ മതം എന്താണ് എന്നുള്ള ഒരു മതം എന്താണെന്നാണ് ബഹുമാന്യ സുഹൃത്തിന്റെ ചോദ്യം. മതം പല രൂപത്തിൽ വ്യവഹരിക്കപ്പെടാറുണ്ട്. നമ്മുടെ സാധാരണ വ്യവഹാരത്തിൽ മതം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതുപോലെ ജന്മന മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടുന്ന കുറെ ആശയങ്ങളുടെയും കുറെ ധർമ്മശാസ്ത്രത്തിന്റെയും കുറെ ആചാരാനുഷ്ഠാനങ്ങളുടെയും സമുച്ചയം ആയാണ് മതത്തെ പൊതുവായി മനസ്സിലാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഹിന്ദു ആയതുകൊണ്ട് ഞാൻ ഹിന്ദു, അച്ഛൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ മുസ്ലിം, അച്ഛൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. എന്നാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ മതം എന്നാൽ അതല്ല. ഇസ്ലാം മതത്തെ കാണുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ദൈവത്തിങ്കൽ മതം ഇസ്ലാമാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിൽ. എന്താണ് ഇവിടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ? ഇസ്ലാം എന്ന പദത്തിനർത്ഥം സമർപ്പണം എന്നാണ്. സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇസ്ലാം. അഥവാ മതം എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് ഇസ്ലാമായിരുന്നു. പ്രവാചകന്മാർ പഠിപ്പിച്ചത് ഇസ്ലാമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്രവാചകന്മാരെല്ലാം മനുഷ്യരോട് പഠിപ്പിച്ചത് സ്രഷ്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ്. നേരത്തെ നമ്മൾ ഇവിടെ ഈ തുറന്ന സംവാദത്തിൽ മുഴുവനും നമ്മൾ ചർച്ച ചെയ്തത് നന്മ തിന്മകളെ തിരിച്ചറിയാൻ മനുഷ്യധിഷണക്കോ മനുഷ്യന്റെ സാമൂഹ്യ വ്യവസ്ഥിതികൾക്കോ സാധ്യമല്ല എന്നാണ്. നന്മ തിന്മകളെ തിരിച്ചറിയണമെങ്കിൽ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കണമെങ്കിൽ സ്രഷ്ടാവായ തമ്പുരാന്റെ വെളിപാടുണ്ടായേ തീരും. ആ വെളിപാട് പ്രവാചകന്മാരിലൂടെ മനുഷ്യരിലേക്ക് നൽകപ്പെട്ടു. ആ പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ട വെളിപാടനുസരിച്ചുള്ള ജീവിതമാണ് മതം. അത് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ. ഖുർആൻ പറഞ്ഞു, വൈൽ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹാ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ. അങ്ങനെ എല്ലാ സമുദായങ്ങളിലേക്കും നന്മ തിന്മകളെ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുന്നതിനു വേണ്ടി ദൈവദൂതന്മാർ വന്നു. ആ ദൈവദൂതന്മാരെല്ലാം പഠിപ്പിച്ചത് ഇസ്ലാം ആണ്, അഥവാ സട്ടാവായ തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ്. ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച തത്വങ്ങളെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ മുഹമ്മദ് നബിയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന് നന്മ തിന്മകളെ കൃത്യമായി അറിയാൻ, ധർമാധർമ്മങ്ങളെ വ്യക്തമായി വ്യവച്ഛേദിക്കാൻ മാനവരാശിയുടെ കൈവശമുള്ള സ്രോതസ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരുടെ കൈകടത്തലുകൾ നടക്കാത്ത, മനുഷ്യരുടെ കരവിരുതുകളാൽ മലിനമാക്കപ്പെടാത്ത ദിവ്യമായ സ്രോതസ്സുകളാണവ. അത് നമുക്ക് പരിശോധിക്കാം.
ഇത് കേവലമായ അവകാശവാദമല്ല, നമുക്കാർക്കും പരിശോധിച്ചുറപ്പുവരുത്താൻ കഴിയുന്ന യാഥാർത്ഥ്യമാണത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിലുള്ള പൗരാണികമോ ആധുനികമോ ആയ ഏതേത് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകന്റെ ജീവിതചര്യയെയും പരിശോധനയ്ക്ക് വിധേയമാക്കുക. നമുക്ക് ബോധ്യപ്പെടും ഇത് സർവ്വലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നാം ആ മാർഗദർശനം അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അതാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മതം. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് അയാൾ ഇസ്ലാമാണ്, മുസ്ലിമാണ് എന്ന് പറയുന്ന ഏർപ്പാട് പറച്ചിലായി നിലനിൽക്കുന്നു എന്നല്ലാതെ ഇസ്ലാമിക ദാർശനികമായി അപ്പറച്ചിലിന് അടിത്തറയില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൃഷ്ടാവായ തമ്പുരാനുള്ള സമർപ്പണമാണ്. ഈ സമർപ്പണം വഴി ആത്യന്തികമായി ലഭിക്കുന്നത് മരണാനന്തര ജീവിതത്തിലെ സ്വർഗപ്രവേശമാണ്. സഹോദരങ്ങളെ, ഇവിടെ ഇത്രയും നേരം നിങ്ങളോട് ഞാൻ സംസാരിച്ചു. ഈ സംസാരവും ഈ സംവാദവുമെല്ലാം ഒരു വസ്തുതയെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ ഉടലെടുത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മരണത്തിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും നമ്മുടെ നന്മതിന്മകളെക്കുറിച്ച് കൃത്യമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമെന്നും അവിടെ നന്മകളാൽ ജീവിതത്തെ വിമലീകരിച്ചവർക്ക് സൃഷ്ടികർത്താവായ തമ്പുരാന്റെ സമ്മാനമായ സ്വർഗലോകം ലഭിക്കുമെന്നും അതല്ലാത്തവർക്ക് പടച്ചവന്റെ ശാപകോപ താപങ്ങളുടെ ഭവനമായ നരകലോകത്തിലേക്കായിരിക്കും നയിക്കപ്പെടുക എന്നുമുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള അനുഭാവമോ എതിർപ്പോ കൊണ്ടല്ല ഈ കാര്യം പറയുന്നത്. ഏതൊരു സ്വർഗലോകത്തിനെതിരെ പടനയിക്കുവാൻ വേണ്ടി ലെനിൻ നമ്മളോട് പറഞ്ഞുവോ, ആ സ്വർഗലോകം പടനയിക്കേണ്ട കാര്യമല്ല. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാൻ ഒരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ ഭവനമാണ് എന്നുള്ള പൂർണ്ണമായ ബോധ്യം പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യമുള്ളത് കൊണ്ട്, ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സത്യമാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആ സ്വർഗലോകത്തിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഭൗതിക ദർശനങ്ങളാകട്ടെ മറ്റേതെങ്കിലും മതചിന്തകളാകട്ടെ എന്തുതന്നെയാണെങ്കിലും അവ പൊളിച്ചു വലിച്ചെറിയുകയും സൃഷ്ടികർത്താവായ തമ്പുരാന്റെ മാർഗദർശനം അനുധാവനം ചെയ്യാൻ നാം സന്നദ്ധമാവുകയും ചെയ്യണമെന്ന സന്ദേശം നിങ്ങൾക്ക് നൽകുവാൻ വേണ്ടി തന്നെയാണ് ഈ തുറന്ന സംവാദം സജ്ജീകരിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇക്കാലഘട്ടത്തിലും ഇത് പറയുന്ന ആളുകളുണ്ടോ എന്ന് ആശ്ചര്യത്തോടെ മൂക്കത്ത് വിരൽ വെക്കുന്നവരുണ്ടാകാം. പക്ഷെ അവരോട് ഞാൻ പറയട്ടെ, മരണാനന്തര ജീവിതം സത്യമാണ്, മരണാനന്തര ജീവിതം സത്യമാണ്, മരണാനന്തര ജീവിതം യാഥാർത്ഥ്യമാണ്. ഞാൻ ഇവിടെ സംസാരിക്കുന്നു എന്നത് എത്രത്തോളം വലിയ സത്യമാണോ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നു എന്നത് എത്രത്തോളം വലിയ സത്യമാണോ, അതേപോലെയുള്ള യാഥാർത്ഥ്യമാണത്. ഇത് പറയാൻ എനിക്ക് ധൈര്യം നൽകുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുക, പഠനത്തിന് വിധേയമാക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാർഗത്തെക്കുറിച്ച് വ്യക്തമായ അറിവ് പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. ഈ മാർഗദർശക ഗ്രന്ഥത്തെ പഠനത്തിനു വേണ്ടി, നിങ്ങളുടെ നിരങ്കുശമായ പരിശോധനയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ നമുക്കേവർക്കും മാർഗദർശനം നൽകുകയും യഥാർത്ഥ മാർഗത്തിലൂടെ പോയി അവന്റെ നന്മയുടെ ഭവനമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാൻ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനത്തും വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സർവശക്തനായ തമ്പുരാൻ മനുഷ്യർക്ക് നൽകിയ മാർഗദർശനമാണ് ഇസ്ലാം. പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ദർശനമാണത്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ചോട്രൂ. നിച്ചോട്രൂ പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ,
മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ. സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും. ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും. പ്രബോധനത്തിനു വേണ്ടി മാത്രമാണ് ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലികം സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെക്കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോകപ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദേവ വർക്ക്ഷോപ്പുകൾ. ഖുർആൻ പരിഭാഷാ വിതരണം. ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശമെത്തിക്കാൻ മൊബൈൽ ദേവ യൂണിറ്റ്. നാദാ സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന് ആമീൻ.